ശരിക്കും UK-ലും US-ലൊക്കെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു സിസ്റ്റത്തിന് ഒരു കുട്ടിക്ക് അനലൈസ് ചെയ്തിട്ട് അതിനെ ക്രിറ്റിസൈസ് ചെയ്തിട്ട് പുതിയ ഒരു സംഗതിനെ അഡ്വൈസ് ചെയ്യാൻ ഒരു ലേറ്ററൽ തിങ്കിങ്ങുള്ള കുട്ടികൾക്കാണ് ഏറ്റവും ഹയർ ഗ്രേഡ് കിട്ടൽ. ഇൻഡസ്ട്രിയിൽ ഒരു ജോലിയും കിട്ടാത്തവരാണ് പലപ്പോഴും, അല്ലെങ്കിൽ കംഫർട്ട് സോണിൽ നിന്ന് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് പലപ്പോഴും അവസാനത്തെ ഓപ്ഷനാണ് ടീച്ചിങ്. അതാണ് സാഡ് ട്രൂത്ത്. അതായത് എൻ്റെ കാർ എനിക്ക് ലോകത്തെ ടോപ്പ് ബ്രാൻഡ് വാങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ എഡ്യൂക്കേഷനും ടോപ്പ് എഡ്യൂക്കേഷനും വാങ്ങാനുള്ള റൈറ്റ് ഇന്ന് എനിക്കുണ്ട്. ഇപ്പോഴും നമ്മളെ നാട്ടിലെ വേൾഡിലെ ടോപ്പ് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പഠിച്ച് വന്നു കഴിഞ്ഞാൽ ഈ കേരളത്തിലെ ഒരു PSC ജോബിന് എന്ത് ചെയ്യാൻ പറ്റില്ല, അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എങ്ങനെയാണ് മാറുക? ഒരു പ്രൊഫസർ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പോസ്റ്റ് ഗ്രാജുവേഷനുള്ള, അവർ ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ആർക്കിടെക്റ്റാണ്, പക്ഷേ അവർ ക്വാളിഫൈഡ് അല്ല. ഒരു മിനിറ്റിൽ 20 റീൽസ് കാണുന്നവരാണ് ഇപ്പോഴത്തെ ജനറേഷൻ സെറ്റ്. ഒരു റീല് 1 മിനിറ്റ് കൊണ്ടല്ല, 20 റീൽസ് 1 മിനിറ്റ് കൊണ്ട് കാണുന്ന രീതിയിലേക്ക് ഫാസ്റ്റായി. ഇത്രയധികം ചേഞ്ച് ഒരേ സമയത്ത് അബ്സോർബ് ചെയ്യുന്ന ഈ ടീമിന് ഒരു ലെങ്തി ലെക്ചറിങ് ഒന്നും ഉണ്ടാവില്ല. ആ രീതിയിലേക്കൊക്കെ മാറേണ്ടതുണ്ട്. ഇപ്പോൾ ജനറേഷൻ സെറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഡിജിറ്റൽ ഏജിൽ ജനിച്ച ആളുകൾ, ഇവരാണ് ശരിക്കും ഇന്ന് ലോകത്തിൻ്റെ കീ ഡിസിഷൻ മേക്കേഴ്സ്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ആ ഒരു ഏജ് ഗ്രൂപ്പിൽ ഒരാളുണ്ടെങ്കിൽ അവനാണ് ശരിക്കും ഏത് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ തീരുമാനിക്കുന്നത്. ഇനി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നോളജ് കൊടുക്കാനുള്ളതല്ല, സ്കില്ല് കൊടുക്കാനുള്ളതാണ്. നോളജിൻ്റെ കാലം കഴിഞ്ഞു. നോളജ് നമുക്ക് എവിടെ നിന്ന് കിട്ടും? ഫിംഗർ ടിപ്പിന്ന്. ഇനി ജെൻസിൻ്റെ നീഡ്സ് ഫുൾഫിൽ ചെയ്യുന്ന ഒരു എംപ്ലോയർക്ക് മാത്രമാണ്, ബിസിനസ്സുകൾക്ക് മാത്രമാണ് ഇനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഫിൻകോ സ്റ്റോറീസിൻ്റെ ആദ്യത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ള ജാബിർ സാറാണ്. ജാബിർ മണ്ണിങ്ങൽ അക്കാഡമീഷ്യനാണ്, ഓൺട്രപ്രണറാണ്, കൺസൾട്ടൻ്റാണ്, കോ ഫൗണ്ടർ ഓഫ് ബി സ്കൂൾ ഇൻ്റർനാഷണൽ. ജാബിർ സാർ, സ്വാഗതം. താങ്ക് യു. എങ്ങനെയാണ് അപ്പോൾ സ്റ്റാർട്ട് ചെയ്തത്? ശരിക്ക് BBAയും MBAയും പഠിച്ചു അല്ലേ? അതാണ് ഫസ്റ്റ്. അതെ അതെ അതെ. ദെൻ ഞാൻ ശരിക്ക് ഒരു +2 സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന് പിന്നെ ഒരു BBA പോയി. അവിടുന്ന് എൻ്റെ ഒരു അധ്യാപകൻ്റെ ക്ലാസ്സാണ് ശരിക്കും എന്നെ ഒരു അങ്ങനത്തെ ഒരു ബിസിനസ്സിൻ്റെ ലൈഫിലേക്ക് എന്ത് ചെയ്തത്, ബിസിനസ്സിൻ്റെയും കൊമേഴ്സിൻ്റെയൊക്കെ ഒരു നോളജിലേക്ക് തേടി. രാമചന്ദ്രൻ സാർ എന്ന് പറയും അദ്ദേഹം. അതേപോലെ തന്നെ ക്ലാസ്സുകളിലൊക്കെ വൈഡ് റീഡിംഗ് ഉള്ള ഒരു അധ്യാപകനാണ്. ഞാൻ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാലും പിന്നെ ഔട്ട് ഓഫ് ബോക്സിൽ നിന്നുകൊണ്ട് റീഡ് ചെയ്യുകയും അതിനനുസരിച്ച് ക്ലാസ്സിലേക്ക് വരുന്നതിനെ പലപ്പോഴും അവർ ഏതെങ്കിലും ന്യൂസ് പേപ്പറിൻ്റെ പീസുകളായിട്ടായിരിക്കും അങ്ങനെ വന്നിട്ട് ക്ലാസ് എടുക്കുന്ന ഒരു അധ്യാപകനായിരുന്നു. അപ്പോൾ അദ്ദേഹം സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചും അങ്ങനെ എല്ലാ കാര്യങ്ങളെ കുറിച്ച് പഠിച്ചിരുന്നു. അന്ന് മുതലാണ് ഞാൻ ഈ സ്റ്റോക്ക് മാർക്കറ്റ് ഏകദേശം 2003 ആ സമയത്താണ്. അപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചൊക്കെ എത്രയും ഡിസ്കഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷേ അത് അവരുടെ അധ്യാപകൻ്റെ സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ആയതുകൊണ്ടാണ് ഞങ്ങൾ ക്ലാസ്സിൽ എന്ത് ചെയ്തത്, അത് ഷെയർ ചെയ്യപ്പെട്ടത്. പക്ഷേ അത് നമ്മുടെ ലൈഫിൽ ഭയങ്കര ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു, സ്റ്റോക്ക് മാർക്കറ്റിനെ അറിയാനും. പിന്നെ അതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് എങ്ങനെ ജോബ് കണ്ടെത്താമെന്നുള്ളതിനെക്കുറിച്ച് ആണ് പിന്നെ എൻ്റെ MBA ഫിനാൻസിലേക്ക് എത്തിച്ചത്. കാരണം MBA ഫിനാൻസ് എടുത്തു. ഞാൻ എന്താണോ ഞാൻ അന്വേഷിച്ചത് അതിലേക്ക് തന്നെ എത്തിപ്പെട്ടു. ഞാൻ ശരിക്ക് ആദ്യം ചെന്നൈയിൽ ഒരു ഫോറക്സ് ട്രേഡിങ്ങിലേക്ക് കയറി. അവിടെ നിന്നാണ് പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നത്, എൻ്റെ ഉപ്പാൻ്റെ മരണത്തിന് ശേഷം നാട്ടിലേക്ക് തിരിച്ചു വന്നു. ആ സമയത്താണ് ഷെയർഖാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയർ ബ്രോക്കിംഗ് കമ്പനി തിരൂരിൽ വരുന്നത്. ഷെയർഖാൻ അന്ന് ഒരു വലിയ ബ്രോക്കിംഗ് ഇന്ത്യയിലെ തന്നെ ടോപ്പ് കമ്പനിയാണ്. അവർ അന്ന് വൈഡർ എക്സ്പാൻഷനിലേക്ക് വന്ന സമയത്ത് നല്ലൊരു മാർക്കറ്റ് ബൂമിങ്ങിൻ്റെ സമയമായിരുന്നു. അത് ശരിക്കും അവർ വന്നു. ആ സമയത്താണ് ഞാൻ എന്ത് ചെയ്യുന്നത്, അതിൽ റിലേഷൻഷിപ്പ് മാനേജർ ആവുകയും പിന്നെ ബ്രാഞ്ച് മാനേജറായി ഒരു 5 വർഷത്തോളം. അന്നിങ്ങനെ ഈ ബ്രോക്കർ ഓഫീസിൽ ആളുകൾ വരിക ചെയ്യുക അന്ന് ശരിക്ക് പിന്നെ ഫ്ലോറിൽ വന്നിട്ട് ട്രേഡ് ചെയ്യുന്ന ഒരു രീതി ആയിരുന്നല്ലേ. രാവിലെ ആളുകൾ വരും, ഒരു 3:30 വരെ ഇരുന്നിട്ട് അവിടെ ഇരുന്ന് ട്രേഡ് ചെയ്യും. അങ്ങനത്തെ ഒരു രീതിയായിരുന്നു അത്. പിന്നെ ഇപ്പോൾ ഡിജിറ്റലൈസേഷൻ വന്നതോട് കൂടിയിട്ട് ആളുകളൊക്കെ പിന്നെ മൊബൈലിൽ നിന്നും SIP എന്ന് പറയുന്ന സിസ്റ്റമൊക്കെ അന്ന് മാർക്കറ്റ് അത്ര അവെയർ അല്ല, കാര്യങ്ങളൊക്കെ സ്ലോവിലി ആൾക്കാർ എന്ത് ചെയ്യുന്നുള്ളൂ. അന്ന് ഈ ഡീപ്പിൻ്റെ നമ്പറൊക്കെ കേരളത്തിൽ വളരെ കുറവായിരുന്നു ആ സമയത്ത്. പക്ഷേ ഈ ഇങ്ങനത്തെ ഷെയർ ബ്രോക്കേഴ്സ് വന്നിട്ട് എന്ത് ചെയ്തു, മാർക്കറ്റിൽ നല്ല അവെയർനെസ് ഉണ്ടാക്കിയോടുകൂടി കുറേ ആളുകൾ അറിഞ്ഞും അറിയാതെയൊക്കെ ഷെയർ ട്രേഡിങ്ങിലേക്ക് എന്ത് ചെയ്തിരുന്നു വന്നിരുന്ന സമയമാണത്. അപ്പോൾ ആ സമയത്ത് പിന്നെ 2008 ശരിക്ക് പിന്നെ US സ്റ്റാർട്ട് ചെയ്ത ഒരു സബ്പ്രൈം ഇഷ്യൂ വന്നിട്ട് ലോകത്ത് മുഴുവൻ അതൊരു എക്കണോമിക് ക്രൈസിസിലേക്ക് 2008 ക്രൈസിസ് അത് ലോകത്ത് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സമയത്താണ് ഇന്ത്യയിൽ റിലയൻസ് പവർ ലിസ്റ്റ് ചെയ്യുന്നതും അതിൻ്റെ സ്കാമുകളും കാര്യങ്ങളൊക്കെ വന്നിട്ട്
ടോട്ടൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് 21,000 നിന്ന് ഒരു 8,000 വന്ന സമയത്തായിരുന്നു. ആ സമയത്ത് ഒരുപാട് ഷെയർ ബ്രോക്കേഴ്സ് മാർക്കറ്റിൽ നിന്ന് എന്ത് ചെയ്തു, അവരുടെ ബിസിനസ് മോഡലൊക്കെ ഒന്നും കൂടി ചെറുതാക്കി അതിൽ നിന്ന് എന്നെ ഒരു വേറെ സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഞാൻ അതിൽ നിന്ന് മാറുന്നത്, ഷെയർ ബ്രോക്കിങ്ങിൽ നിന്ന് മാറി നിൽക്കുന്ന സമയത്താണ് എൻ്റെ 2 ക്ലാസ്മേറ്റ്സ്, പിന്നെ അബ്ദുറൌഫ് എന്നറിയും, അതേപോലെ തന്നെ ഷിഹാബ് എന്നറിയും, ഇവർ ആ സമയത്ത് മജ്ലിസ് കോളേജിൽ BBA ഒക്കെ പഠിച്ചിരുന്ന കാലത്ത് അവരെ ശരിക്ക് ഇൻസ്പയർ ചെയ്ത് അവരുടെ ഒരു ലൈഫിൻ്റെ ടേണിംഗ് പോയിൻ്റ് മാറ്റിയ ഒരു അധ്യാപകനുണ്ട്, ഫൈസൽ സാർ എന്നറിയും. ഈ ഫൈസൽ സാറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫൈസൽ സാർ ശരിക്കും കുട്ടികളെ ഒരു ഡിഫറെൻറ്റ് ലെക്ചറിങ് കൊടുക്കുകയും ഒരു അപ്ലിക്കേഷൻ ലേണിംഗ് കൊടുത്തിട്ട് എന്ത് ചെയ്തു, ഭയങ്കര ഒരു പിന്നെ എഡ്യൂക്കേഷൻ തന്നെ ഒരു ഡിഫറെൻറ്റ് ലെവലിലാണ് എന്നുള്ളത് കാണിച്ചു കൊടുത്തൊരു അധ്യാപകനായിരുന്നു ശരിക്കും മജ്ലിസിൽ ഫൈസൽ സാർ ചെയ്തത്. ഈ ഫൈസൽ സാറിൽ നിന്ന് ഇൻസ്പയർ ചെയ്ത ഈ 2 പേര് എന്ത് ചെയ്തു, ഇതേ ഒരു കോളേജ് സ്റ്റാർട്ട് ചെയ്തു. SBMS എന്ന് പറഞ്ഞ ഒരു കോളേജ് കോട്ടക്കൽ സ്റ്റാർട്ട് ചെയ്തു. അത് പിന്നെ അതാണ് പിന്നെ ആ സമയത്ത് ഞാൻ അതിൽ അവരെ സപ്പോർട്ട് ചെയ്യാണ്ടായിരുന്നു, എൻ്റെ ഫ്രണ്ട്സ് എന്നുള്ള നിലക്ക് ഞാൻ സപ്പോർട്ട് ചെയ്തിരുന്നു. പിന്നെ ആ സമയത്താണ് ഞാൻ ഇസ്ലാമിക് ബാങ്കിങ് ആൻഡ് ഫൈനാൻസിൻ്റെ ഒരു ഗ്രോത്ത് നടക്കുന്ന സമയമായിരുന്നു അത്. ആ സമയത്ത് അതിലൊരു എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനൊരു കോഴ്സൊക്കെ ചെയ്തു. ഹൈദരാബാദിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഒരു ഇസ്ലാമിക് ബാങ്കിങ് ആൻഡ് ഫൈനാൻസിൻ്റെ ഒരു റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇവർ എന്നോട് ചോദിച്ചത്, അവർ ഒരു കോളേജ് എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ ഒരു ഇൻ്റർനാഷണൽ ബി സ്കൂൾ ഇൻ്റർനാഷണൽ പറഞ്ഞിട്ട് ഒരു UK എഡ്യൂക്കേഷണൽ അവാർഡുമായിട്ട് ജോയിൻ ചെയ്തുകൊണ്ടുള്ള ഒരു പ്ലാൻ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് എന്ത് ചെയ്തു, ഫുൾ ടൈം ജോയിൻ ചെയ്തു, ഒരു കോ ഫൗണ്ടർ എന്നുള്ള നിലയ്ക്ക്. കാരണം ഇവരെ ശരിക്കും ഗ്രൂം ചെയ്തത് ഫൈസൽ സാറാണ്. ഈ ഒരു കോൺസെപ്റ്റും ഇങ്ങനെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡിഫറെൻ്റ് ആയിട്ട് ചിന്തിക്കുന്ന ഒരു മൈൻഡ് സെറ്റ് ഇവരുടെ ആരുണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു, ഫൈസൽ സാർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫൈസൽ സാർ സ്റ്റുഡൻ്റ് ആയിക്കൊണ്ട് ഇവർ തുടങ്ങിയ സമയത്ത് ഇവർ ഫൈസൽ സാറോട് ചോദിച്ചു നിങ്ങളും കൂടി ഇതിൽ ജോയിൻ ചെയ്യുന്നു. ആ സമയത്ത് ഫൈസൽ സാർ മാൽദീവ്സിൽ ഒരു ബ്രിട്ടീഷ് ക്യാമ്പസ് തന്നെ എന്ത് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബ്രിട്ടീഷ് എഡ്യൂക്കേഷനിൽ എക്സ്പോഷർ കിട്ടിയതുകൊണ്ട് ഇത് നല്ലൊരു ലോഞ്ചിങ് ചെയ്യാൻ എന്ത് ചെയ്ത് ഫൈസൽ സാറിന് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായതുകൊണ്ട് ബി സ്കൂൾ നല്ലൊരു ലോഞ്ചിങ്ങിലേക്ക് വന്നു. അതിൽ ശരിക്ക് ഞാനൊരു ഫിനാൻസ് ബാക്ക്ഗ്രൗണ്ടും എനിക്കൊരു ഇൻഡസ്ട്രി ബാക്ക്ഗ്രൗണ്ടും ഉള്ളതുകൊണ്ട് അതിലെ ഒരു ഫിനാൻസിൻ്റെ കോർ പേപ്പേഴ്സ് ഞാൻ എടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ നിങ്ങൾ 4 ടീച്ചേഴ്സാണ്, ഫൈസൽ സാറും ഞാനും വേറെ 2 ടീച്ചേഴ്സുമാണ് ഇനീഷ്യലി ഇതിലേക്ക് ടീച്ചിങ്ങിലേക്ക് വരുന്നത്. പക്ഷെ ഞങ്ങൾക്കറിയായിരുന്നു ഞാൻ 100% സ്കൂളിംഗ് മുതൽ പോസ്റ്റ് ഗ്രാജുവേഷൻ വരെ ഇന്ത്യൻ സിസ്റ്റത്തിലാണ് പഠിച്ചത്. ഈ സിലബസ് എനിക്ക് തീരെ എക്സ്പോഷർ ഇല്ല. ഇൻ്റർനാഷണൽ എഡ്യൂക്കേഷൻ ഡിഫറെൻ്റ് ആണെന്നുള്ള കാര്യം എനിക്കറിയാം. എങ്ങനെയാണ് അപ്പോൾ സിസ്റ്റം? 2 വർഷം ഇവിടെ പഠിക്കുക, പിന്നെ പുറത്ത് പോയി? അത് ശരിക്കും ഒരു ടിന്നിങ് മോഡലാണ്. 2 വർഷം കുട്ടികൾ ഇവിടെ പഠിക്കുകയും ഒരു ഫൈനൽ ഇയർ UK യൂണിവേഴ്സിറ്റികൾ പോവുക എന്നുള്ളത്, അതായത് പ്യൂർലി ഒരു UK എഡ്യൂക്കേഷൻ സിസ്റ്റം ആയിരുന്നു അത്. അപ്പോൾ അതിലുണ്ടായൊരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നാണ് ഞാൻ ശരിക്ക് UK എഡ്യൂക്കേഷൻ്റെ പ്രത്യേകത മനസ്സിലാക്കുന്നത്. അന്ന് അവർ ശരിക്കും ഞങ്ങൾക്കൊരു സിലബസ് മാത്രമായിരുന്നു തന്നിരുന്നത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. സിലബസിൻ്റെ കുറച്ച് കണ്ടൻറ്റും തന്നു, റെഫറൻസ് ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ബുക്കുകളുടെ ലിസ്റ്റും തന്നു. അപ്പോൾ ഒരു അധ്യാപകൻ്റെ റോളായിരുന്നു ആസ് എ ലെക്ചർ എന്നുള്ള എനിക്ക് ഞാൻ ഈ ബുക്ക് മുഴുവൻ വായിച്ച് കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് സിലബസ് ഡെലിവർ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇതിന് റെഡിമെയ്ഡ് ബുക്ക് ഉണ്ടായിരുന്നില്ല. നമ്മുടെ ഇവിടെയുള്ള നമ്മളിവിടുത്തെ യൂണിവേഴ്സിറ്റികളിൽ എക്സാം പാസ്സാകാൻ വേണ്ടിയിട്ടുള്ള ഒരു റെഡിമെയ്ഡ് ബുക്ക് ഇല്ലായിരുന്നു. ഇത് വായിച്ചിട്ട് ഞാൻ റെഫർ ചെയ്തിട്ട് വേണം ഈ സിലബസ് ഡെവലപ്പ് ചെയ്യാൻ. അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ചാലഞ്ചിങ് ജോബായിരുന്നു. ഫസ്റ്റ് ബാച്ചിലെ കുട്ടികളിൽ ഒരു നല്ലൊരു പെർസെൻറ്റേജ് കുട്ടികളെ എനിക്ക് പാസ്സാക്കാൻ പറ്റിയില്ല. അതാണ് ശരിക്കും എൻ്റെ ലൈഫിലോട്ട് എന്തുകൊണ്ട് ഈ കുട്ടികൾ ഫെയിലിയർ ആയി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൻ്റെ വാല്യുവേഷൻ എങ്ങനെ വരിക? വാല്യുവേഷൻ UK നമ്മൾ കുട്ടികളുടെ പേപ്പർ അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവിടുന്ന് വാല്യുവേഷൻ നടത്തിയിട്ട് വരുന്ന സമയത്ത് കുട്ടികളാരും പാസ്സാവുന്നില്ല. അതിൻ്റെ റീസൺ ഞാൻ മനസ്സിലാക്കിയത് ശരിക്കും UK US എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ക്രിറ്റിക്കൽ തിങ്കിങ്, ക്രിറ്റിക്കൽ അനാലിസിസ്, അവർ ക്വസ്റ്റ്യൻസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ക്രിറ്റിക്കലി ഇവാലുവേറ്റ്, ക്രിറ്റിക്കലി അനലൈസ്, ഒരു സിസ്റ്റത്തിന് ഒരു കുട്ടിക്ക് അനലൈസ് ചെയ്തിട്ട് അതിൻ്റെ ക്രിറ്റിസൈസ് ചെയ്തിട്ട് പുതിയ ഒരു സംഗതിനെ അഡ്വൈസ് ചെയ്യാൻ ഒരു ലേറ്ററൽ തിങ്കിങ്ങുള്ള കുട്ടികൾക്കാണ് ഏറ്റവും ഹയർ ഗ്രേഡ് കിട്ടൽ UK സിസ്റ്റത്തിൽ. ജാബിർ സാർ എടുക്കുന്നത് ഫിനാൻസ് പേപ്പറാണ്, അത് ഇവിടെ പ്രോബ്ലം പേപ്പർ തന്നെയാണല്ലോ. അല്ല, ഫിനാൻസിൽ പ്രോബ്ലംസ് അല്ല ശരിക്കും വരുന്നത്, ഫിനാൻസ് ഡിസിഷൻ മേക്കിംഗ് ആണ് ഈ കുട്ടീനെ പഠിപ്പിക്കുന്നത്. കമ്പനി ഒരു ഫിനാൻഷ്യൽ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ ക്യാഷ് ഫ്ലോ എങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ കമ്പനി എങ്ങനെ മുന്നോട്ട് പോകണം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മളെ ഇവിടെ ഒരു അക്കൗണ്ടൻ്റ് ആക്കാനുള്ള പ്രോബ്ലംസ് ആണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഒരു കമ്പനികളിൽ ഫിനാൻസിൻ്റെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവർ ഒരു അക്കൗണ്ടന്റിനെ കാണിച്ചു തരുന്നത്. സത്യത്തിൽ അക്കൗണ്ടിങ്ങും ഫൈനാൻസും രണ്ടാണ്. മറ്റേതൊരു ഫിനാൻഷ്യൽ സ്ട്രാറ്റജി, ഡിസിഷൻ മേക്കിംഗ്. പ്രധാനമായിട്ടും ഒരു കമ്പനിക്ക് ഇൻവെസ്റ്റ്മെന്റ് വേണ്ട സമയത്ത് എടുക്കുന്ന തീരുമാനങ്ങൾ, ഡിവിഡൻഡ് കൊടുക്കുന്ന സമയത്ത് എടുക്കുന്ന ഡിസിഷൻസ്, അല്ലെങ്കിൽ ഫൈനാൻസിങ് ഡിസിഷൻസ്, വർക്കിംഗ് ക്യാപിറ്റൽ ഡിസിഷൻ, ഇതൊക്കെയാണ് ഫിനാൻസിൽ പഠിപ്പിക്കുന്നത്. ഇതിൽ ശരിക്കും നമുക്ക് ഒരു കുട്ടിക്ക് ശരിക്കും
ശരിക്കും ഒരു അനാലിസിസ് നടത്തിയിട്ട് തീരുമാനം എടുക്കാൻ പറ്റണം. എങ്കിൽ മാത്രമാണ് ഈ കുട്ടിക്ക് ഈ പേപ്പറുകൾ പാസ്സാകാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മുടെ ആ ഒരു സ്കില്ല് എൻ്റെ എഡ്യൂക്കേഷനിൽ എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ട് എനിക്ക് ആ സ്കില്ല് കുട്ടികളെ പഠിപ്പിക്കാൻ ഒരുപാട് പ്രയാസപ്പെട്ടു. അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ചാലഞ്ചിങ് ആയിരുന്നു ഫസ്റ്റ് ആ UK എഡ്യൂക്കേഷനിലേക്ക് കയറുക എന്നുള്ളത്. കാരണം ആ എക്സ്പോഷർ കിട്ടിയ ആൾ ആകെ ഫൈസൽ സാറാണ്. അപ്പോൾ ഫൈസൽ സാറിൻ്റെ അടുത്ത് നിന്നാണ് പിന്നെ കുറേ ഇൻപുട്ട് എടുത്തിട്ട് ഞങ്ങൾ തമ്മിലൊരു ഡിസ്കഷനാണ് പിന്നെ എനിക്ക് നല്ലൊരു ലെക്ചറിങ്ങിലേക്ക് കയറാൻ സാധിച്ചത്. പക്ഷേ അതിൻ്റെ ലെക്ചറിങ് എനിക്ക് കിട്ടിയൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അപ്ലിക്കേഷൻ, ഓരോ സബ്ജക്റ്റിൻ്റെയും അപ്ലിക്കേഷൻ അന്വേഷിച്ച് പോകാൻ പറ്റുകയും അത് നമ്മൾ നല്ലൊരു കൺസൾട്ടൻ്റ് ആവാൻ സപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ശരിക്കും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഈ UK US എഡ്യൂക്കേഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ക്രിറ്റിക്കൽ തിങ്കിങ്, ക്രിയേറ്റിവിറ്റി, മൈൻഡ് സെറ്റ് ഇതൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ലോകത്ത് ഈ Fortune 500 കമ്പനീസിൻ്റെ CEOസിൻ്റെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും മെജോറിറ്റി CEOs ഫ്രം വെസ്റ്റേൺ എഡ്യൂക്കേറ്റഡാണ്. ഇന്ത്യയിൽ നിന്നുള്ള ഈവൻ അത് ഇന്ത്യൻസ് ആയിരിക്കും. പക്ഷേ അവരുടെ ഹയർ എഡ്യൂക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ, കാരണം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ യൂണിവേഴ്സിറ്റികളിലൊക്കെ എന്ത് നടക്കുന്നുണ്ട്, പിന്നെ അവിടുത്തെ യൂണിവേഴ്സിറ്റികളിൽ ലോകത്തെ ടോപ്പ് കമ്പനീസ് വന്നിട്ടുണ്ട്. അതൊക്കെ വരാൻ കാരണം അവരുടെ ഈ സിലബസ് തന്നെയാണ്. ആ സിലബസാണ് ശരിക്ക്. ആ സിലബസിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിലബസിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ വൈഡർ റീഡിങ് ആവശ്യമാണ്, വൈഡർ റെഫറൻസിങ് ആവശ്യമാണ്. എങ്കിൽ മാത്രം നമുക്ക് ഒരു ഹയർ ഗ്രേഡുള്ള അല്ലെങ്കിൽ ഹൈ ക്വാളിറ്റിയുള്ള സ്റ്റുഡൻ്റ് ആവാൻ പറ്റുള്ളൂ. ഇവിടെ നമുക്ക് ശരിക്കും ഇവിടുത്തെ യൂണിവേഴ്സിറ്റികളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ് പഠിച്ചത്. ഇപ്പോൾ ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലൊക്കെ നമുക്കൊരു റെഡിമെയ്ഡ് ബുക്ക് ഉണ്ട് പാസ്സാവാൻ. ഇപ്പോൾ വിനോദ് എന്ന് പറയുന്ന ബുക്ക് വായിച്ച് കഴിഞ്ഞാൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാം. കാരണം വിനോദ് ക്വസ്റ്റ്യൻസ് വരുള്ളൂ, അതിനേ വരുള്ളൂ. അതുപോലെ പഠിച്ച് എഴുതി കഴിഞ്ഞാൽ ശരിക്കും നല്ല മാർക്ക് സ്കോർ ചെയ്യാം. എന്നാലോ നിങ്ങൾ പിന്നെ UK US യൂണിവേഴ്സിറ്റിയിൽ ഒരു ബുക്കിൽ പറഞ്ഞ പോലെ എഴുതി കഴിഞ്ഞാൽ ചിലപ്പോൾ ക്രിറ്റിക്കലി ഇവാലുവേറ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആ ഓദർ തന്നെ എന്ത് ചെയ്യേണ്ടി വരും, ക്രിറ്റിസൈസ് ചെയ്തിട്ട് ബെസ്റ്റ് സിസ്റ്റം സപ്പോർട്ട് ചെയ്യണം. ഞാൻ എൻ്റെ എവിഡൻസ് പ്രകാരം, എനിക്ക് കിട്ടിയ എവിഡൻസ് പ്രകാരം ഇങ്ങനെയാണ് ഈ തിയറി എന്ന് പറയാൻ ഒരു കുട്ടിക്ക് അധികാരമുണ്ട് എവിടെ, വെസ്റ്റേൺ യൂണിവേഴ്സിറ്റികളിൽ. ഇവിടെ അങ്ങനെ എഴുതി കഴിഞ്ഞാൽ കുട്ടി തോൽക്കും. വൈ എന്നുള്ളതിന് സ്കോപ്പ് എവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് ചെയ്യുന്നില്ല, ക്രിയേറ്റീവ് തോട്ട് വരുന്നില്ല, ഇന്നോവേഷൻസ് വരുന്നില്ല, പുതിയൊരു സിസ്റ്റം മാറി വരാൻ സമയങ്ങൾ എടുക്കുന്നു. ഇതൊക്കെ ഇതിൻ്റെ നമ്മുടെ എഡ്യൂക്കേഷൻ മാറേണ്ടതിൻ്റെ ആവശ്യകതയാണ് ശരിക്കും ചെയ്യുന്നത്. ഈവൻ നമ്മൾ റീസെൻ്റ്ലി ഇപ്പോൾ ഞാൻ സ്കൂളിലൊക്കെ ഈ ഇൻ്റർവ്യൂ ബോർഡിലിരിക്കുന്ന സമയത്ത് നമുക്ക് വരുന്ന ഒക്കെ മാസ്റ്റേഴ്സും ഇതൊക്കെ കഴിഞ്ഞ് വരും, നമ്മുടെ നാട്ടിലെ MBA ഇതൊക്കെ കഴിഞ്ഞ് യൂണിവേഴ്സിറ്റിയിൽ MBA കഴിഞ്ഞ് വരുന്നവരോട് ഞാൻ ചോദിക്കാറുണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ശരിക്കും നിങ്ങൾ നല്ലൊരു അധ്യാപകനാവണമെന്നുണ്ടെങ്കിൽ, ഒരു ലെക്ചർ ആവണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല റീഡർ ആവണം, നന്നായിട്ട് റെഫറൻസ് ചെയ്യണം. ഇതാണ് ഫസ്റ്റ് ക്വാളിറ്റി ഒരു ലെക്ചർ ആവേണ്ടത്. ഞാൻ ചോദിക്കും പലപ്പോഴും നിങ്ങൾ ലാസ്റ്റ് വായിച്ച് റീഡ് ചെയ്ത ബുക്കുകൾ ഏതാണെന്ന് ചോദിക്കുമ്പോൾ അവർ അങ്ങനെ ബുക്കൊന്നും വായിച്ചിട്ടുണ്ടാവില്ല. ഞാൻ ചോദിക്കും ഇന്ന സബ്ജക്റ്റിന് വേണ്ടി ഏതെങ്കിലും ബുക്ക് നോക്കി പോകുന്നു, അവർ പറയും വിനോദിൻ്റെ ബുക്കിൽ പഠിച്ചിരുന്നത്. ഈ വിനോദിൻ്റെ ബുക്ക് പഠിച്ചുകൊണ്ട് ശരിക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ മാർക്ക് വാങ്ങാം. പക്ഷേ ഒരു അപ്ലിക്കേഷൻ നോളജോ അല്ലെങ്കിൽ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ്ങോ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കുട്ടിക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. ശരിക്ക് ഈവൻ നമ്മുടെ നാട്ടിലൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മുടെ നാട്ടിലെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലൊക്കെ ലെക്ചേഴ്സിൻ്റെ എടുക്കുന്നതിൻ്റെ ക്രൈറ്റീരിയ വരെ മാറ്റേണ്ടതുണ്ട്. ബിസിനസ് എഡ്യൂക്കേഷന് അല്ലെങ്കിൽ MBA BBA പഠിക്കേണ്ടത് ഇൻഡസ്ട്രിയൽ എക്സ്പോഷർ കിട്ടിയതിന് ശേഷം അക്കാദമിക്സിലേക്ക് വന്നായിരിക്കണം. അവർക്ക് മാത്രമാണ് എന്താണ് ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ നടക്കുന്നതെന്ന് പറയാൻ പറ്റുള്ളൂ. അതിനിപ്പോൾ നെറ്റ് ക്വാളിഫൈ ചെയ്തവർക്കാണ്. അതിന് ലോജിക്ക് ഇപ്പോഴും മനസ്സിലായില്ല, എന്തിനാണ് നെറ്റ് ക്വാളിഫിക്കേഷൻ. അത് അഗെയിൻ ഒരു റിട്ടൺ എക്സാം ആണ്. അതും എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ തിയററ്റിക്കൽ ബേസിൽ നിന്ന് ഒരു ആൾ പഠിച്ചുണ്ടാക്കിയിട്ട് ഈവൻ നെറ്റ് ഹൈ ക്വാളിഫൈഡ് ആയത് ടീച്ചർക്ക് വരെ ശരിക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ യഥാർത്ഥ കോഴ്സ് ഡെലിവർ ചെയ്യാൻ പറ്റില്ല. കാരണം ഇൻഡസ്ട്രിയുടെ എക്സ്പോഷർ അവർക്കില്ല. ഇൻഡസ്ട്രിയിൽ ഒരു അക്കൗണ്ടിങ് പഠിപ്പിക്കുന്ന ടീച്ചർക്ക് ഈ അക്കൗണ്ടിങ് എങ്ങനെയാണ് അവിടെ അപ്ലിക്കേഷനായിട്ട് വരുന്നതെന്ന് പറയാൻ അറിയില്ല. എനിക്ക് തോന്നുന്നു ആ ഡിഫറൻസ് എന്തുകൊണ്ടായിരിക്കും എന്ന് വെച്ചാൽ, ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് ഇങ്ങോട്ട് വരാനുള്ളൊരു പേ പാക്കേജ് ഇല്ലാത്തതും കൂടിയല്ല അതിന് കാരണം ടീച്ചേഴ്സിന്. ശരിക്കും അത് തന്നെയാണ് കാരണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയിൽ ഒരു ജോലിയും കിട്ടാത്തവരാണ് പലപ്പോഴും ഏതിലേക്ക് വരാം, അല്ലെങ്കിൽ കംഫർട്ട് സോണിൽ നിന്ന് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് പലപ്പോഴും അവസാനത്തെ ഓപ്ഷനാണ് ടീച്ചിങ്. അതാണ് സാഡ് ട്രൂത്ത്. യെസ്. എന്നാണ് അത് ഫസ്റ്റ് പ്രിഫറൻസിലേക്ക് ടീച്ചിങ് വരുന്നത്, അന്നേ ഈ നാട്ടിൽ ചേഞ്ച് വരുള്ളൂ. കാരണം ഈ കുട്ടികളുടെ ചേഞ്ച് ഉണ്ടാക്കേണ്ടത് ആരാണ്? ആ ലെക്ചറാണ്. സാറ് പറഞ്ഞ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ടീച്ചേഴ്സ് വൺ ഓഫ് ദ ബെസ്റ്റ് പെയ്ഡ് ആണ്. ഈവൻ ഒന്നും വേണ്ട, നമ്മുടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിലെ ടീച്ചേഴ്സൊക്കെ കൺസൾട്ടൻറ്റുമാരാണ്. അവർ ഇവിടുത്തെ ലീഡിങ് കമ്പനികൾക്കൊക്കെ കൺസൾട്ടൻസി കൊടുക്കുന്നുണ്ട്, അവർക്ക് എക്സ്പോഷർ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ വരുന്ന കുട്ടികളൊക്കെ റിയൽ ടൈം ബിസിനസ് കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, പുറത്തിറങ്ങുന്നത്. അതിൻ്റെ ചേഞ്ച് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടുത്തെ ക്രൈറ്റീരിയ, ഒരു ലെക്ചർ റിക്രൂട്ട് ചെയ്യേണ്ട ക്രൈറ്റീരിയ എന്ന് പറയുന്നത് എന്താണ്?
മെഡിസിനും BDS-ഉം പിന്നെ ഞാൻ കണ്ടിട്ടുള്ള ആർക്കിടെക്ചർ അതെല്ലാം പ്രാക്ടിക്കൽ ഓറിയന്റഡ്. കാരണം അതിന് ശേഷം അവർ എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടി പ്രാക്ടിക്കലി ഓൺ ദ ജോബ് ട്രെയിനിങ്ങിലൂടെ പോകുന്നുണ്ട്. ഈവൻ ഇപ്പോൾ അടുത്ത് നീതി ആയോഗിൻ്റെ റിപ്പോർട്ട് വന്നു, ഇന്ത്യയിൽ നിന്ന് ഇറങ്ങുന്ന മെജോറിറ്റി ഗ്രാജുവേറ്റ്സും മോർ ദാൻ 50% ഗ്രാജുവേറ്റ്സും എംപ്ലോയബിൾ ആവുന്നില്ല എന്നുള്ളത്. അതേ സമയത്ത് ടൈംസ് ഓഫ് ഇന്ത്യൻ്റെ ആ ഒരു മാസങ്ങളിൽ വന്ന ടൈംസ് ഓഫ് ഇന്ത്യൻ്റെ ഒരു ന്യൂസ് ഉണ്ട്, 80% ഓഫ് ദ കമ്പനീസിനും റൈറ്റ് ടാലൻറ്റിന് എന്ത് ചെയ്യുന്നില്ല, കിട്ടുന്നില്ല എന്നുള്ളത്. അപ്പോൾ അതിന് ശരിക്കും നമുക്ക് മനസ്സിലാവും എഡ്യൂക്കേഷനും പിന്നെ ഇൻഡസ്ട്രിയും തമ്മിലുള്ള ഗ്യാപ്പ്. എന്താണ് ലോകത്തിന് ആവശ്യമുള്ളത് അത് കൊടുക്കുന്നില്ല. യഥാർത്ഥത്തിൽ ശരിക്ക് ഏതൊന്നിനും എന്തുണ്ട്, പിന്നെ ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുമ്പോൾ, ഒരു സർവീസ് ഡെവലപ്പ് ചെയ്യുമ്പോൾ അതൊരു പ്രോബ്ലം അഡ്രസ്സ് ചെയ്യണം. ശരിക്കും നമ്മൾ എഡ്യൂക്കേഷൻ ശരിക്കും ഒരു പ്രോബ്ലം അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എഡ്യൂക്കേഷൻ ഉള്ളത്. ഒന്ന്, ഒരു മനുഷ്യർക്ക് നല്ല രീതിയിൽ എങ്ങനെ പിന്നെ ജീവിക്കണം എന്നുള്ള ലൈഫ് സ്കില്ല് കിട്ടണം, ലീഡർഷിപ്പ് ക്വാളിറ്റി കിട്ടണം, ഈ നാട്ടിലൊരു പ്രശ്നത്തിന് എങ്ങനെ ലീഡ് ചെയ്യണം എന്നുള്ള ലീഡർഷിപ്പ് ക്വാളിറ്റികൾ കിട്ടണം. അതേപോലെ തന്നെ ഇവിടുത്തെ സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ക്രിയേറ്റീവ് മൈൻഡ് സെറ്റ് കിട്ടണം. ഇതൊക്കെയാണ് ശരിക്കും എഡ്യൂക്കേഷന് കിട്ടേണ്ടത്. അതേപോലെ തന്നെ ഇവിടുത്തെ ഇൻഡസ്ട്രികളുടെ നീഡ്സ് ഫുൾഫിൽ ചെയ്യാൻ എന്ത് ചെയ്യണം, ഈ സ്കില്ല് കൊണ്ട് പറ്റണം. ഇതിനാണല്ലോ എഡ്യൂക്കേഷന്, ഇതിനാണ് യൂണിവേഴ്സിറ്റി, ഇതാണ് കോർ പർപ്പസ് ഓഫ് ദ യൂണിവേഴ്സിറ്റീസ്. ഇപ്പോൾ ഈവൻ ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റീൻ്റെ ശരിക്കും കോർ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ മലബാർ ഏരിയയിൽ ബിസിനസ് ഡെവലപ്മെൻറ്റ് ആയിരിക്കണം, മലബാർ ഏരിയയിലെ ഹോസ്പിറ്റൽസിൻ്റെ ഡെവലപ്മെൻ്റ് ആയിരിക്കണം, മലബാർ ഏരിയയിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്യണം, മലബാർ ഏരിയയിലെ പിന്നെ റിസർച്ചിനെ സപ്പോർട്ട് ചെയ്യണം. കാരണം ഈ റീജിയണലിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ കീ റെസ്പോൺസിബിലിറ്റി ശരിക്കും ആ യൂണിവേഴ്സിറ്റിക്ക് പോകണം. പക്ഷെ അങ്ങനെയല്ല സംഭവിക്കുന്നത്. പക്ഷേ ഒരു കാര്യം പറയട്ടെ, ഈ പോക്ക് പോയി കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റികൾ മാറുന്നില്ല എന്നുണ്ടെങ്കിൽ കുട്ടികൾ മാറും. കാരണം എന്താ, ഇന്ന് ടെക്നോളജി ലോകത്ത് എല്ലാവർക്കും ഈക്വലി ആക്സസിബിളാണ്, ഇൻഫർമേഷൻ ഈക്വലി ആക്സസിബിളാണ്. ലോകത്തെ ഏറ്റവും ബെസ്റ്റ് പ്രാക്ടീസ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അതായത് എൻ്റെ കാർ എനിക്ക് ലോകത്തെ ടോപ്പ് ബ്രാൻഡ് വാങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ ടോപ്പ് എഡ്യൂക്കേഷനും വാങ്ങാനുള്ള റൈറ്റ് ഇന്ന് എനിക്കുണ്ട്. അത് നിങ്ങൾ ലീഗലി പ്രൊട്ടക്റ്റ് ചെയ്ത് കഴിഞ്ഞാലും കുട്ടികൾ എന്ത് ചെയ്യും, അതൊക്കെ ആ ലീഗൽ സൈഡൊക്കെ പൊട്ടിച്ചിട്ട് എന്ത് ചെയ്യും, പുറത്തേക്ക് പോകും. ഇപ്പോഴും നമ്മളെ നാട്ടിലെ ഈ വേൾഡിലെ ടോപ്പ് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പഠിച്ച് വന്നു കഴിഞ്ഞാൽ ഈ കേരളത്തിലെ ഒരു PSC ജോബിന് എന്ത് ചെയ്യാൻ പറ്റില്ല, അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എങ്ങനെയാണ് മാറുക? അത് ഞങ്ങളുടെ ഒരു കോളേജിൽ ഈ ടീച്ചേഴ്സിന് വേണ്ടി അവരുടെ ക്വാളിഫിക്കേഷൻ ചെക്ക് ചെയ്യുന്ന ഒരു ഇൻസ്പെക്ഷൻ ഉണ്ട്. ഒരു പ്രൊഫസർ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പോസ്റ്റ് ഗ്രാജുവേഷനുള്ള, അവർ ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ആർക്കിടെക്റ്റാണ്. പക്ഷെ അവർ ക്വാളിഫൈഡ് അല്ല. പ്രൊഫസർ ആവാൻ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ പോസ്റ്റ് ഗ്രാജുവേഷൻ ബേസ് നോക്കുന്ന സമയത്ത് അവർ ക്വാളിഫൈഡ് അല്ല. അതിന് ഇന്ത്യയിലെ നിയമങ്ങൾ വെച്ചിട്ട് നോക്കുമ്പോൾ അത് പറ്റില്ല. കാരണം ഇന്ത്യയിലുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അവർ ക്വാളിഫൈഡ് ആവുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഉണ്ടാവുന്ന നഷ്ടം ഉണ്ടല്ലോ, സൊസൈറ്റിക്ക് ഹ്യൂജ് ലോസാണ് വരാൻ പോകുന്നത്. ഇന്ത്യ നമ്മളെ നാട്ടിലെ ടോപ്പ് ടാലൻറ്റുകൾ നമുക്ക് എന്താവും, മിസ്സാവും. എന്തുകൊണ്ടാണ് US ഇന്നും ആ ഗ്ലോബൽ പവറായി നിൽക്കുന്നത്? ലോകത്തെ ബെസ്റ്റ് ടാലൻറ്റുകളെ അട്രാക്റ്റ് ചെയ്യാൻ US പറ്റുന്നുണ്ട്. കാരണം ലോകത്തെ ഏറ്റവും ടോപ്പ് R&D എവിടെയാണ് നടക്കുന്നത്, യൂണിവേഴ്സിറ്റികൾ നന്നായിട്ട് റിസർച്ച് നടക്കുന്നുണ്ട്, ലോകത്തെ ഏറ്റവും ടെക്നോളജി ഫസ്റ്റ് വരുന്നത് അവിടെയാണ്. അതുകൊണ്ട് അവസരങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടേക്ക് ലോകം ടാലൻറ്റുകൾ എന്ത് ചെയ്യും, മൂവ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ജാബിർ സാർ, നമ്മൾ ആദ്യം പറഞ്ഞു വന്നപ്പോഴത്തേക്ക് B സ്കൂൾ ഇൻ്റർനാഷണൽ, അപ്പോൾ അവിടെ 2 കോഴ്സ് ഉണ്ടായിരുന്നു, BBAയും MBA പ്രോഗ്രാം. എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു കോഴ്സസ്, എത്ര ബാച്ചസ്? ഞങ്ങൾ ഈ ശരിക്ക് അന്നത്തെ നാട്ടിലൊരു ബിലീഫ് സിസ്റ്റത്തിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് സത്യത്തിൽ വന്നത്. 10-17 വർഷം മുമ്പാണ്, 2008 വരുന്നത് B സ്കൂൾ. ഇങ്ങനത്തെ ഡിസ്കഷൻസ് ഒന്നുമില്ല. കുറേ യൂട്യൂബ് ചാനലുകളും പോപ്പുലറാണ്, വിദേശ യൂണിവേഴ്സിറ്റികൾ കാര്യങ്ങളൊക്കെ പോപ്പുലറാണ്. പക്ഷെ അന്ന് എൻ്റെ ഒരു നാട്ടിലെ ബിലീഫ് സിസ്റ്റം ആയിരുന്നു BBA MBA എന്ന് പറഞ്ഞൊരു മോഡലിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഞങ്ങൾ. ഇന്നിപ്പോൾ ശരിക്കും NEP എന്നൊക്കെ പറയുന്ന ആ മോഡലാണ് ഇപ്പോൾ ഗവൺമെൻറ് കൊണ്ടുവരാൻ എന്ത് ചെയ്യുന്നത്, ഉദ്ദേശിക്കുന്നത്. അത് 15-17 വർഷം മുമ്പ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കൊണ്ടുവന്നിട്ടുണ്ട്. അന്ന് ശരിക്കും നമ്മൾ വരുന്ന സ്റ്റുഡൻസൊക്കെ നമ്മളെ വിശ്വസിച്ചങ്ങാണ്ട് വരുന്ന സ്റ്റുഡൻസ് ആയിരുന്നു. നമ്മളുടെ ഫ്രണ്ട്സ് സർക്കിളിൽ നിന്നും അവിടെ നിന്നൊക്കെ ആയിട്ട് വന്ന പല സ്റ്റുഡൻസാണ് ഇനീഷ്യൽ സ്റ്റേജിലേക്ക് വന്നത്. പക്ഷേ ഇതിൽ ഏറ്റവും വലിയ ചാലഞ്ചിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ +2 വരെ ആ കുട്ടി പഠിക്കുന്നത് ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലാണ്. ആ കുട്ടീനെ ഒരു UK എഡ്യൂക്കേഷനിലേക്കുള്ള ട്രാൻസിഷൻ ഉണ്ടല്ലോ, അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ശരിക്ക്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വലിയൊരു സംഭവമാണെന്നൊന്നും പറയുന്നില്ല, ഒരു 10% കുട്ടികളിൽ ചിലപ്പോൾ ആ ഒരു റിസൾട്ട് ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ എന്ത് ചെയ്തിട്ടുള്ളൂ. ആ UK യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ സിലബസ്
കൊണ്ടുവരുന്ന ഒരു ചേഞ്ച് ഉണ്ടല്ലോ, ആ ചേഞ്ച് ഉണ്ടാക്കാൻ ഒരു പക്ഷേ ഒരു 10% കുട്ടികളിൽ മാത്രമാണ് അങ്ങനത്തെ ഒരു ക്രിയേറ്റീവ് മൈൻഡ് സെറ്റും, കാരണം അവർക്ക് അഡാപ്റ്റ് ചെയ്യാനുള്ള പ്രയാസമുണ്ട് അവർക്ക് മനസ്സിലാക്കാനുള്ള. പിന്നെ അത്രയും ചാലഞ്ചിങ് ആയിട്ട് പിന്നെ കമ്മിറ്റ്മെൻറ്റോടും സിൻസിയറായിട്ടും കുട്ടികൾ റെഫറൻസിങ്ങിനും അതേപോലെ തന്നെ അതിനനുസരിച്ച് പോയാൽ മാത്രമേ അതിന് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളൂ, റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്നുള്ളൂ. ഇപ്പോൾ പക്ഷേ അത് മാറി. ഇപ്പോൾ ഞങ്ങൾ പ്യൂർലി ബിസിനസ് സ്കൂളാണല്ലോ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കേരളത്തിലെ ബിസിനസ്സുകളിൽ വലിയൊരു ചേഞ്ച് ഉണ്ടാക്കാൻ ശരിക്ക് ബി സ്കൂൾ ഇൻ്റർനാഷണൽ ബിസിനസ്സുകാരിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ ട്രെയിനിങ്ങിലേക്കും അവരുടെ പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റിലേക്ക് മാറിയതോട് കൂടിയിട്ട് അവരുടെ നിന്ന് റെഫറൻസ് വരുന്ന റൈറ്റ് ഓഡിയൻസ് ഇപ്പോൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അല്ല, പിന്നെ ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലൊക്കെ ബിസിനസ് അതെ മിഡിൽ ഈസ്റ്റിലെ ബിസിനസ്സുകാരുടെ ഇടയിലേക്കും അവിടെ പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ് MBA എന്ന് പറഞ്ഞിട്ട് ബിസിനസ്സുകാരെ ഒരു സിസ്റ്റം ഡ്രിവൺ ആക്കി ഗ്രോത്തിൽ ഫോക്കസ് ചെയ്യുന്ന ഒരു ബിസിനസ്സിലേക്ക് ഫോക്കസ് ചെയ്യുക, ആ ഒരു മോഡലാണ് ഇപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുന്നത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മുടെ നാട്ടിലെ ബിസിനസ്സുകാർ ഓൺട്രപ്രണർഷിപ്പ് മൈൻഡ് സെറ്റുള്ളവരാണ്. ഓക്കെ. അതുകൊണ്ടാണ് ഈ വളരെ ഇങ്ങനത്തെ ചാലഞ്ചിങ് എൻവയോൺമെൻറ്റിൽ അവർ ഈ ബിസിനസ്സായിട്ട് ഇന്നും പിടിച്ചു നിൽക്കുന്നത്. അവർക്ക് ഇനി ശരിക്കും ഒരു സിസ്റ്റം സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ ശരിക്കും ഒരു പക്ഷേ ലോകത്തെ ബെസ്റ്റ് ബ്രാൻഡുകൾ ഈ മലബാറിൽ നിന്നൊക്കെ വരും. അതിപ്പോൾ UAE പോയി കഴിഞ്ഞാൽ UAE അവർ മത്സരിക്കുന്ന ടോപ്പ് മൾട്ടിനാഷണൽ കമ്പനികളോടൊക്കെ കോമ്പീറ്റ് ചെയ്തിട്ടാണ് ആ മാർക്കറ്റിൽ എന്ത് ചെയ്യുന്നത്, പിടിച്ചു നിൽക്കുന്നത്. അവർ ഗ്രോത്തിന് ആകെ തടസ്സമാവുന്ന പലപ്പോഴും അവരുടെ കോർ ഫോക്കസ് എന്ത് ചെയ്യുന്നുണ്ട്, ഓപ്പറേഷണൽ ഇഷ്യൂസിലായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അവർ സിസ്റ്റം ഡ്രിവൺ ആക്കി അവർക്ക് സ്ട്രാറ്റജി പ്ലാനിങ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് അങ്ങനെ പോകുമ്പോൾ അവർക്ക് ഗ്രോത്തിലേക്ക് ഫോക്കസ് ചെയ്യാൻ എന്ത് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഇത്രയും ബിസിനസ്സുകാരായിട്ടൊക്കെ നിങ്ങൾ ഇത്രയും ഇൻട്രാക്ട് ചെയ്യുമ്പോൾ എന്താണ് ഇവരുടെ ഒരു കോർ സ്ട്രെങ്ത് ആയിട്ട് കണ്ടിട്ടുള്ളത്? അവർ ശരിക്കും ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. അവരുടെ എക്സ്പീരിയൻസിന് അവർ മനസ്സിലാക്കി കുറേ കാര്യങ്ങളുണ്ട്. അതായത് ലോകത്ത് ഇപ്പോൾ നിരന്തരം ട്രാവൽ ചെയ്യുന്നവരാണല്ലോ അവർ. ഇപ്പോൾ ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ ചൈനയിലൊക്കെ പോയപ്പോൾ മനസ്സിലാക്കി, നമ്മൾ വിചാരിച്ചിരുന്നു ലോകത്തെ ഏറ്റവും ബെസ്റ്റ് പിന്നെ സ്കില്ല് കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. നമ്മൾ സ്കൂളുകളും കോളേജുകളൊക്കെ കമ്മ്യൂണിക്കേഷനും വേണ്ടിയിട്ട് കണ്ടമാനം സമയം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളൊരു 60% അല്ലേ സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഈ കമ്മ്യൂണിക്കേഷൻ. പക്ഷേ നിങ്ങൾ ചൈനേൻ്റെ കേസ് ഒന്ന് ആലോചിച്ച് നോക്കുക. ചൈനയിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും ആർക്കും ശരിക്കും ഇംഗ്ലീഷ് നേരിട്ട് സംസാരിക്കാൻ അറിയില്ല. ഈ ചൈനയിലേക്ക് ലോകത്തുള്ള രാജ്യത്തിലെ ഓരോ പ്രൊഫഷണൽസും ആളുകളും ബിസിനസ്സുകാരും എന്ത് ചെയ്യുന്നുണ്ട്, ചൈനയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ശരിക്ക് വേണ്ട സ്കില്ല് എന്താണെന്നുള്ളത് ചൈന ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ശരിക്ക് വേണ്ടത് ഇന്നോവേഷനാണ്. ഇന്നോവേഷൻ വരുന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം, ഒരു ക്രിറ്റിക്കൽ തിങ്കിങ്ങുള്ള ക്രിയേറ്റീവ് മൈൻഡ് സെറ്റുള്ള ഒരു ടാലൻറ്റുകൾ എന്ത് ചെയ്യണം, പൂൾ ഉണ്ടാക്കണം. അവരുടെ ഇടയിൽ നിന്ന് ഇന്നോവേഷൻസ് വരുള്ളൂ. ഇന്നോവേഷൻസ് വന്നു കഴിഞ്ഞാൽ ലോകം മുഴുവൻ നമ്മളടുത്തേക്ക് വരും. അപ്പോൾ ശരിക്ക് ആ ഒരു അപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഇന്നോവേഷനും. ഇത് ജപ്പാനിലും ഉണ്ട്. അതെ, ജപ്പാനിലും ഇംഗ്ലീഷ് അത്ര പോപ്പുലർ അല്ലല്ലോ. അതെ. നിങ്ങളൊരു സിസ്റ്റത്തിനെ ക്രിറ്റിക്കലി ഇവാലുവേറ്റ് ചെയ്യുമ്പോഴാണ് അതിൽ നിന്ന് പുതിയൊരു ചേഞ്ച് വരുള്ളൂ. എപ്പോഴും ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന മൈൻഡ് സെറ്റ് കുട്ടികൾക്ക് ഉണ്ടാക്കണം. എന്തുകൊണ്ട് പറ്റില്ല എന്നുള്ളത്, അവിടെ നിന്നാണ് പുതിയ ഇന്നോവേഷൻസ് വരുള്ളൂ. അല്ല, അപ്പോൾ ഈ യാത്ര ചെയ്തപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് ഇവർക്കുള്ള ഇവരുടെ ഏറ്റവും ഒരു സ്ട്രെങ്ത്, ഇവരൊക്കെ എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ യാത്ര ചെയ്തുകൊണ്ടും റിയൽ ടൈം മാർക്കറ്റിൽ മനസ്സിലാക്കിയ കുറേ കാര്യങ്ങളുണ്ടല്ലോ, ചേഞ്ച് എന്താണെന്ന്. ഇപ്പോൾ അവരെന്ത് ചെയ്യാണ്, ആ ഫോഴ്സ്ഫുള്ളി ആ ചേഞ്ചിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല അവരെ മക്കളെ ആ ചേഞ്ചിനനുസരിച്ചുള്ള എഡ്യൂക്കേഷനിലേക്ക്, ഒരു ട്രഡീഷണൽ എഡ്യൂക്കേഷനൊക്കെ അവർ ചിലപ്പോൾ എന്ത് ചെയ്യുന്നില്ല, ഫോക്കസ് ചെയ്യാതെ ലേറ്റസ്റ്റ് പിന്നെ സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിലേക്കും ഒക്കെ എന്ത് ചെയ്യണം, കുട്ടികളെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അഡാപ്റ്റബിലിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി ആ ഒരു സ്കില്ല്. അതെ, കാരണം മുമ്പ് നമ്മൾ ഒരു ഗ്രാജുവേഷൻ എടുത്തു കഴിഞ്ഞാൽ ഒരു 1990s ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ ഒരു 20 years അല്ലെങ്കിൽ 10 years വരെ ആ സ്കില്ല് മതിയായിരുന്നു നമുക്ക് മുന്നോട്ട് പോകാൻ. ഇപ്പോൾ ഏറ്റവും വലിയ ചാലഞ്ചിങ് എന്ന് പറയുന്നത് ഒന്ന് ജനറേറ്റീവ് AI-യും മെഷീൻ ലേണിങ്ങും ഒക്കെ വന്നോട് കൂടിയിട്ട് എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിൻ്റെ ചേഞ്ച് ഭയങ്കര ഫാസ്റ്റായി. അറ്റൻഷൻ സ്പാൻ കുറഞ്ഞു. അതുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പോൾ ഈ കോവിഡിന് ശേഷം ഈ ലോകത്തെ ന്യൂ നോർമൽ വേൾഡ് എന്നാണ് വിളിക്കേണ്ടത്. പഴയ ആ ഒരു പിന്നെ കസ്റ്റം ട്രഡീഷനൊക്കെ ഇറലവൻ്റ് ആയിട്ടുള്ള കാലഘട്ടം. ഈവൻ എത്രത്തോളം അറിയാം, ഇപ്പോൾ ജനറേഷൻ Z എന്ന് പറഞ്ഞാൽ ഈ ഡിജിറ്റൽ ഏജിൽ ജനിച്ച ആളുകൾ, അതിനുശേഷം വന്ന ജനറേഷൻ ആൽഫയൊക്കെ ഉണ്ടല്ലോ, ഇവരാണ് ശരിക്കും ഇന്ന് ലോകത്തിൻ്റെ കീ ഡിസിഷൻ മേക്കേഴ്സ്. ഇപ്പോൾ നിങ്ങൾ വീട്ടിൽ ആ ഒരു ഏജ് ഗ്രൂപ്പിൽ ഒരാളുണ്ടെങ്കിൽ അവനാണ് ശരിക്കും ഏത് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യണം തീരുമാനിക്കുന്നത്, ഏത് കാറ് വാങ്ങണം തീരുമാനിക്കുന്നത്, ഏത് ടൈപ്പ് വീട് വെക്കണം തീരുമാനിക്കുന്നത്, എവിടേക്ക് ട്രാവൽ ചെയ്യണം തീരുമാനിക്കുന്നത്. ശരിക്കും അതുകൊണ്ട് തന്നെ ജനറേഷൻ Z ആണ്. കാരണം എന്താണ്, ജനറേഷൻ Zൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന് തൊട്ടുമുള്ള ജനറേഷനെക്കാട്ടിയും
നോളജിൻ്റെ അപ്ഡേഷൻ്റെ കാര്യത്തിൽ അവരാണ് നമ്പർ 1. കാരണം അവർ ഡിജിറ്റൽ ഏജിലാണ് ജനിച്ചത്. അതുകൊണ്ട് തന്നെ അവർ ഇൻഡിപെൻഡൻറ്റ് ലേണേഴ്സാണ്. അവർക്ക് ലേണിങ്ങിനും വേണ്ടി ലോകത്ത് ഒരാൾ എന്ത് ചെയ്യണ്ട, ഡിപ്പെൻഡ് ചെയ്യണ്ട. അവർക്ക് ആവശ്യമുള്ള മുഴുവൻ ഏതിൽ നിന്ന് കിട്ടുന്നുണ്ട്, അവരെ ഫിംഗർ ടിപ്പിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നോളജിൻ്റെ കാലം കഴിഞ്ഞു. ഇപ്പോൾ എഡ്യൂക്കേഷൻ്റെ പർപ്പസ് നോളജ് ആണെന്നുള്ളതുണ്ടെങ്കിൽ അതിൻ്റെ കാലം കഴിഞ്ഞു. ശരിക്കും എഡ്യൂക്കേഷൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ തിങ്കിങ്ങും പ്രോബ്ലം സോൾവിങ്ങും ലീഡർഷിപ്പ് സ്കില്ലൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആവണം എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. പ്ലസ് എക്സ്പീരിയൻഷ്യൽ പ്ലസ് എന്താണോ പ്രസൻറ്റ് മാർക്കറ്റിലുള്ളത് അത് പഠിപ്പിക്കുകയും ഫ്യൂച്ചറിലേക്ക് തയ്യാറാക്കും. ഞാൻ പറഞ്ഞുതരാം, ഈ വർഷം ബിടെക്കിന് ജോയിൻ ചെയ്ത കുട്ടികൾ 4 വർഷം കഴിഞ്ഞ് പുറത്തിറങ്ങുമല്ലോ, ആ ബിടെക് അവർക്ക് റെലവൻ്റ് ആവില്ല, അതിന് അപ്ലിക്കേഷൻ മാർക്കറ്റിലുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഡൈനാമിക്സ് ഈ സിലബസിൽ കൊണ്ടുവരണം. ഇനി 4 വർഷത്തെ ലോങ് ഇയേഴ്സ് ചേഞ്ച് ഇല്ലാത്ത കാരണം നമ്മളിപ്പോൾ ഒരു ബിടെക്കിൽ നിന്ന് ജോയിൻ ചെയ്യണമെങ്കിൽ ഈ 4 വർഷം വരെയുള്ള പഠിക്കാനുള്ളത് സെറ്റാണ്. അതിന് ഒരു ചേഞ്ച് വരാൻ പോകുന്നില്ല. സത്യത്തിൽ മാറണം. ഈ വർഷം ഞാൻ ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ സെക്കൻഡ് ഇയറിൻ്റെ സിലബസ് ഇപ്പോൾ തന്നെ പ്രിപ്പയർ ചെയ്യരുത്. അത് സെക്കൻഡ് ഇയർ തുടങ്ങാൻ നേരത്തെ പ്രിപ്പയർ ചെയ്യാൻ പാടുള്ളൂ. എനിക്ക് തോന്നുന്ന ബേസിക്സ് സയൻസ് റെലവൻ്റ് ആയിട്ടുണ്ടാവും. പക്ഷേ ബാക്കിയുള്ളത് ചേഞ്ചസിനനുസരിച്ച് നമ്മൾ എന്തുകൊണ്ടാണ് ഇത്രയധികം ബിടെക്കുകാർ പുറത്തിറങ്ങിയിട്ട് ജോലി ഇല്ല എന്ന് പറയുന്നത്? ബിടെക് എന്ന് പറയുന്നത് ശരിക്കും ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ആണല്ലോ. എന്താണ് പ്രൊഫഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ സ്കില്ല് മുഴുവനായിട്ടും അറിയാമെന്നുള്ളതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബിടെക് പഠിച്ച കുട്ടികൾ മുഴുവൻ ആ സ്കില്ലിൻ്റെ ഏരിയയിലല്ലേ വർക്ക് ചെയ്യേണ്ടത്. ഈ അടുത്ത് എൻ്റെ ഒരു അനുഭവത്തിലുണ്ട്. ഞാൻ ഷെയർ ബ്രോക്കിംഗ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് MSc സുവോളജി കഴിഞ്ഞ ഒരാളാണ്. പിന്നെ ഞാൻ വർക്ക് ചെയ്ത കമ്പനീൻ്റെ ബാക്ക് ഓഫീസിൽ വർക്ക് ചെയ്തിരുന്നത്. അതേപോലെ തന്നെ ചെന്നൈയിൽ പോയ സമയത്ത് ഒരു ടോപ്പ് മൾട്ടിനാഷണൽ കമ്പനീൻ്റെ റീജിയണൽ ഹെഡ് എന്ന് പറയുന്നത് കെമിക്കൽ എഞ്ചിനീയർ കഴിഞ്ഞ ആളാണ്. അത് കുറേ പേഴ്സണൽ പ്രശ്നം കൂടി അല്ല. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സ്കില്ലിനെയും നമ്മുടെ ആപ്റ്റിറ്റ്യൂഡും മനസ്സിലാക്കിക്കൊണ്ട് എഡ്യൂക്കേഷൻ എന്ത് ചെയ്യാൻ പറ്റില്ല നമുക്ക് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമില്ല. ചിലപ്പോൾ പാരൻസിന്റെ നിർബന്ധം കൊണ്ട് BDSനും ബിടെക്കിനും ട്രെൻഡ് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ജനറേഷൻ സെറ്റൊക്കെ ശരിക്കും ഇപ്പോൾ ഡെയിലി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പ്രീവിയസ് ജനറേഷൻ്റെ പ്രശ്നങ്ങൾ മുഴുവൻ അവരിപ്പോൾ എന്ത് ചെയ്യണം, ഡെയിലി കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്ക് ചേഞ്ച് മാനേജ്മെന്റ്. ഇപ്പൊ നമ്മളിപ്പോ ഈ ചേഞ്ച് മാനേജ്മെന്റിനെ കുറിച്ച് പറയുമ്പോൾ അതാണല്ലോ ഇപ്പോൾ ഇപ്പോഴുള്ള തലമുറ, ഇപ്പൊ ഡിസിഷൻ എടുക്കുന്ന തലമുറ, ഇപ്പൊ 30s-ലും 40s-ലും ഒക്കെ ഉള്ള തലമുറ ഇനി സിലബസിലേക്ക് ഇപ്പോൾ പുതിയ സിലബസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ചേഞ്ച് കൊണ്ടുവരേണ്ട അല്ലേ ശരിക്കും? ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള തലമുറക്ക് വേണ്ടിയിട്ടുള്ള ചേഞ്ചസ് കൊണ്ടുവരണം. അതെങ്ങനെയാണ്? ഇപ്പൊ നമ്മളിപ്പോൾ സംസാരിക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു കോഴ്സുകളോ കോളേജുകളോ ഒക്കെ മാനേജ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ് ആ ഒരു ചേഞ്ച്, എന്തായിരിക്കണം ഈ അപ്രോച്ചിൽ വരുത്തേണ്ട ചേഞ്ച്? അതിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോയിൻ്റാണ്. ഇനി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നോളജ് കൊടുക്കാനുള്ളതല്ല, സ്കില്ല് കൊടുക്കാനുള്ളതാണ്. നോളജിൻ്റെ കാലം കഴിഞ്ഞു. നോളജ് നമുക്ക് എവിടെ നിന്ന് കിട്ടും? ഫിംഗർ ടിപ്പിൽ നിന്ന് കിട്ടും. നമ്മൾ ChatGPT-നോട് ചോദിച്ചാൽ ചീപ്പറാണ്, ആക്സസബിൾ ആണ്. മനസ്സിലായല്ലോ, എല്ലാവർക്കും ആക്സസബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഇൻഫർമേഷൻ എടുക്കാനല്ല ഇനി ഞാൻ പോകുന്നത്. ഞാൻ എടുത്ത ഇൻഫർമേഷൻ എവിടെ യൂസ് ചെയ്യണം, അതിലൂടെ എന്ത് റിസൾട്ട് ഉണ്ടാക്കണം എന്നറിയാൻ വേണ്ടി മാത്രമാണ്. പിന്നെ ഒരു ടീമിനെ എങ്ങനെ ലീഡ് ചെയ്യണം എന്ന് നിങ്ങൾക്ക് പഠിക്കണം. ഒരു പ്രോബ്ലം എങ്ങനെ അഡ്രസ്സ് ചെയ്യണം നിങ്ങൾക്ക് പഠിക്കണം. അത് ഇവിടുന്ന് കിട്ടൂല. അതൊന്നും ചിലപ്പോൾ ഇതിന്ന് കിട്ടണമെന്നില്ല. അല്ലെങ്കിൽ ഇതിൻ്റെ ഇമോഷണൽ സ്റ്റെബിലിറ്റി, ഇമോഷണൽ ഇൻ്റലിജൻസ്, ഇതൊക്കെ എനിക്ക് എങ്ങനെ കാരണം ഇമോഷണൽ ഇൻ്റലിജൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. എസ്പെഷ്യലി നിങ്ങളിപ്പോൾ മെഡിക്കൽ ഇൻഡസ്ട്രിയിൽ, ഇപ്പോൾ ഹോസ്പിറ്റൽ മേഖലയിലൊക്കെ ഡോക്ടേഴ്സിന് ഹൈലി ഇമോഷണലി അവർ സ്റ്റേബിൾ ആവണം. രോഗി പല രീതിയിലും റിയാക്ട് ചെയ്യുമ്പോൾ തിരിച്ചെന്ത് ചെയ്യാൻ പറ്റില്ല. ഇന്ന് നമുക്ക് അറിയാൻ പറ്റുന്ന പല ഹോസ്പിറ്റലും ഡോക്ടർ അടിക്കുന്ന പേഷ്യൻസിന് എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായല്ലോ. കടുത്ത നിയമങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് പിടിച്ചു നിൽക്കുന്ന ഡോക്ടർമാർ രക്ഷപ്പെടുന്നത്. അതിൻ്റെ ബേസിക് റീസൺ എന്താണെന്ന് വെച്ചാൽ ഇമോഷൻ സ്റ്റെബിലിറ്റി ഈ കാലഘട്ടത്തിൽ കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. കാരണം കുട്ടികൾ ഓറിയൻറ്റ് ചെയ്യപ്പെടുന്നത് ഒരിക്കലും വലിയ മുമ്പ് എല്ലാ എക്സ്പീരിയൻസിലൂടെയാണ് ഒരു കുട്ടി കയറി വരുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത, ഇന്ന് വരുന്ന ഒരു കുട്ടി എന്ന് പറയുന്നത് ശരിക്കും അവൻ്റെ ബേസിക് നീഡ്സും സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങും മീറ്റ് ചെയ്തതിന് ശേഷമാണ് അവന് ലൈഫിലേക്ക് തന്നെ വരുന്നത്.
മനസ്സിലായി. അവൻ ഇനി വരുന്നത് ക്വാളിറ്റി ഓഫ് ലൈഫിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് അവൻ്റെ വർക്ക് ലൈഫിൽ ഇനി നോക്കുക. ഇപ്പോൾ പലപ്പോഴും പല ബിസിനസ്സുകാരും പറയാറുണ്ട്, എംപ്ലോയീസ് പറയാറുണ്ട്, എംപ്ലോയീസ് എന്ത് ചെയ്യുന്നില്ല, ഇപ്പോൾ നിൽക്കുന്നില്ല, പെട്ടെന്ന് ചാടിപ്പോവുകയാണെന്ന്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും നമ്മളെ HR സ്ട്രാറ്റജീസും HR പ്രാക്ടീസുകളും പഴയ ഓഡിയൻസിന്, പഴയ ജനറേഷൻ ഉണ്ടല്ലോ, അതായത് ഡിജിറ്റൽ ഏജിന് മുമ്പുള്ള ജനറേഷന് വേണ്ടി സെറ്റ് ചെയ്ത അതേ സ്റ്റാൻഡേർഡാണ്. അവർ മോട്ടിവേറ്റ് ചെയ്യാൻ ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഫോറിൻ ട്രിപ്പ് ഉണ്ടായാൽ മതിയായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ചെറിയൊരു ഇൻസെൻറ്റീവ്സ് കൊടുത്താൽ മതിയായിരിക്കും. എന്നിട്ട് കാരണം അന്ന് അവർ ബോസിനെ അനുസരിക്കുന്നത് ആ ബോസ് ടോപ്പ് ആയതുകൊണ്ടല്ല, അന്ന് അവർക്ക് ബേസിക് നീഡ്സ് ഫുൾഫിൽ ചെയ്തിട്ടില്ല, പിന്നെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങും മീറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ആ ബോസിനെ അനുസരിച്ച് കഴിഞ്ഞാൽ സാലറി കിട്ടുള്ളൂ എന്നുള്ളതുകൊണ്ട് മാത്രം അനുസരിച്ചതാണ്. ഇന്ന് വരുന്ന എംപ്ലോയീസ് എന്ന് പറയുന്നത് അതല്ല. ഇന്നത്തെ എംപ്ലോയീസ് എന്ന് പറയുന്നത് ബേസിക് നീഡ്സും സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് മീറ്റ് ചെയ്ത ഒരു ഫാമിലി എന്നാണ് എന്ത് ചെയ്യുന്നത്. 70% ഇപ്പോൾ വരുന്ന എംപ്ലോയീസും ജെൻസിയാണ്. അപ്പോൾ ശരിക്കും ഇനി ജെൻസിൻ്റെ നീഡ്സ് ഫുൾഫിൽ ചെയ്യുന്ന ഒരു എംപ്ലോയർക്ക് മാത്രമാണ്, ബിസിനസ്സുകൾക്ക് മാത്രമാണ് ഇനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അവൻ്റെ എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്യണം. ഇതേപോലെ തന്നെയാണ് നമ്മുടെ നാട്ടിലെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അവർ പഴയ ഓറിയൻറ്റേഷൻ മോഡൽ മാറ്റേണ്ടതുണ്ട്, പഴയ സിലബസുകൾ മാറ്റേണ്ടതുണ്ട്. അവരറിയുന്നത് അവർക്കിന്ന് ഇപ്പോൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ ഞാൻ അറിയാൻ പറ്റും 2030 ഏറ്റവും റെലവൻറ്റ് സ്കില്ല് ഏതാണെന്ന് അവർക്കിപ്പോൾ നോക്കി അറിയാൻ പറ്റും. അപ്പോൾ സിലബസ് മാത്രമല്ല മാറ്റേണ്ടത് എന്താണെന്ന് വെച്ചാൽ അപ്രോച്ച് മാറ്റണം. അതെ, ലേണിങ്ങിൻ്റെ അപ്രോച്ചും ടീച്ചിങ്ങിൻ്റെ അപ്രോച്ചും മാറ്റണം. അതെ, അതായത് സ്റ്റാഫിനോടുള്ള അപ്രോച്ച് മാറ്റണം. സ്റ്റാഫിനോടുള്ള അപ്രോച്ച് മാറ്റണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി വരുന്ന സ്റ്റാഫ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിന് വേണ്ടിയിട്ടല്ല, ക്വാളിറ്റി ഓഫ് ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വർക്ക് ലൈഫിലേക്ക് വരുന്നത്. അപ്പോൾ അവർക്ക് അവിടെ ഡൈവേഴ്സിറ്റി കൾച്ചർ വേണ്ടി വരും, അവർക്ക് കൊളാബറേറ്റീവ് വർക്ക് കൾച്ചർ വേണ്ടി വരും, അവർക്ക് സെലിബ്രേഷൻ വേണ്ടി വരും. ഇതൊക്കെ വേണ്ടെങ്കിൽ മാത്രമാണ് അവരെന്ത് ചെയ്യുന്നുള്ളൂ. അവരെ നിങ്ങൾക്ക് ചെറിയൊരു ഇൻക്രിമെൻറ്റ് കൊടുത്ത് കണ്ട് മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ട്രിപ്പ് ഓഫർ ചെയ്ത് കഴിഞ്ഞാൽ അവർ മോട്ടിവേറ്റഡ് ആവുന്നില്ല. ചിലപ്പോൾ ഒരു ടീം വർക്ക്, അതിൻ്റെ ഉള്ളിൽ ഒരു പിന്നെ ബോസ് കൾച്ചർ ഇല്ലാത്തൊരു ഓർഗനൈസേഷന്, ഹൈറാർക്കി ഇല്ലാത്തൊരു ഓർഗനൈസേഷൻ, ഇതൊക്കെ ആയിരിക്കും ഇവർ എൻജോയ് ചെയ്യുന്നത്. അതായത് ഓഫീസിൽ റീൽസ് ചെയ്യാൻ ഉള്ള അവസരം പറ്റണം, ഇങ്ങനെയുള്ള സെലിബ്രേഷൻസ്. അതെ, നമ്മുടെ കമ്പനീൻ്റെ CEO അല്ലെങ്കിൽ എന്ത് ചെയ്യണം, നാട്ടിലെ സോഷ്യൽ ഇഷ്യൂസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു ബ്രാൻഡ് ഇമേജുള്ള ഒരാളായിരിക്കണം. ഇതൊക്കെയാണ് അവർ നോക്കുന്നത്. സോഷ്യൽ കോസിന്റെ ഭാഗം മുന്നിൽ നിൽക്കുന്നത്. അതെങ്ങനെ ഒന്നും കൂടി ഒന്ന് പറഞ്ഞുതരും. അതായത് ഈ അവർ കാണുന്ന ബോസ് ഒരു ഹീറോ ആണ്. ഹീറോ എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ശരിക്കും നിങ്ങൾക്കറിയാലോ, ഇപ്പോൾ നമ്മുടെ നാട്ടിലെ പല പ്രശ്നങ്ങളും വരുന്ന സമയത്ത്, ഗ്ലോബൽ ഇഷ്യൂസ് വരുന്ന സമയത്തൊക്കെ മീഡിയയിൽ വന്നിട്ട് ആ ഇഷ്യൂസിനെ പറ്റി സംസാരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ മുന്നിൽ ചെന്ന് നിന്നിട്ട് അതിനെ അഡ്രസ്സ് ചെയ്യുന്ന അദ്ദേഹമാണ് എൻ്റെ ലീഡർ എന്ന് പറയാനാണ് അവർ ആഗ്രഹിക്കുന്നത്. ഞങ്ങളെ ലീഡർ വൺ ഓഫ് ദ ബെസ്റ്റ് ലീഡറാണ്, ഈ നാടിൻ്റെ പർപ്പസിന് വേണ്ടി ജീവിക്കുന്ന ഒരാളാണ്, അല്ലാതെ പിന്നെ ഒരു സല്യൂട്ട് ആഗ്രഹിക്കുന്ന ലീഡർ അല്ല എന്നുള്ളതാണ്. ബോസ് കൾച്ചർ എന്ന് പറയുന്നത് മുമ്പത്തെ ജനറേഷൻ നമുക്ക് ബോസ് കൾച്ചറിലൂടെ കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു. കാരണം മുമ്പത്തെ ജനറേഷൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പഠിച്ച് വളർന്ന എന്താണ്, പരസ്പരം റെസ്പെക്റ്റ് ചെയ്യണം. ബോസിന് എന്നെ ചീത്ത പറയാനുള്ള അധികാരമുണ്ടെന്നുള്ള മൈൻഡ് സെറ്റോട് കൂടിയിട്ടായിരുന്നു എവിടെ വന്നിരുന്നത്, വർക്ക് ലൈഫിലേക്ക് വന്നിരുന്നത്. പിന്നെ ബോസിന് എന്നെക്കാട്ടി നോളജും എക്സ്പീരിയൻസും ഉണ്ട് എന്നുള്ളത്. കാരണം അന്നത്തെ ഡിജിറ്റൽ ഏജിൽ നമ്മൾക്ക് ഇൻഫർമേഷൻ കിട്ടുന്ന ആരെത്തുന്നതാണ്, എക്സ്പീരിയൻസ് എത്തുന്ന ആൾക്കാർ എത്തുന്നത്. അതുകൊണ്ട് നമ്മൾ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ എന്ത് ചെയ്തിരുന്നു, റെസ്പെക്റ്റ് ചെയ്തിരുന്നു. മനസ്സിലായി. അതുകൊണ്ടാണ് കമ്പനീസ് പ്രീവിയസ് എക്സ്പീരിയൻസ് ക്വാളിഫൈഡ് ആയിട്ട് കണ്ടിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ജനറേഷൻ വരുന്നത് പിന്നെ ജനറേഷൻ എക്സിൽ പെട്ട, അതായത് 70 മുമ്പ് അല്ലെങ്കിൽ ഒരു 98 മുമ്പൊക്കെ ജനിച്ച ഒരു ബോസ് ആണെന്നുണ്ടെങ്കിൽ ജനറേഷൻ സെറ്റ് വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ബോസിൻ്റെ അത്രയും വിവരമില്ല എന്നുള്ളതാണ്. പിന്നെ ബോസിന് എങ്ങനെ എക്സൽ ആവാൻ പറ്റും, ബോസ് മാറേണ്ടതുണ്ട്. ബോസ് ഫ്ലെക്സിബിൾ ആണെങ്കിൽ ബോസിന് എക്സൽ ആവാം. ക്രോസ് ട്രെയിനിങ് എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്. ജനറേഷൻ സെറ്റ് ബോസിന് ട്രെയിനിങ് കൊടുക്കുന്നതിലേക്ക് എത്തണം. അതിന് ഈഗോ പാടില്ല. അതായത് ജെൻസിയിൽപ്പെട്ട ഒരു എംപ്ലോയിനോട് ഈ ആ ആപ്പ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, അതിൻ്റെ ഉപയോഗം എന്താണ്, അതിൻ്റെ അപ്ലിക്കേഷൻ എന്താണെന്ന് ചോദിക്കാൻ ആർക്ക് കഴിയണം, ബോസിന്. ആ റിലേഷൻഷിപ്പുള്ള കമ്പനീസിന് മാത്രമേ ഇനി എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഞാൻ ബോസാണ് അവനോടൊരു അഭിപ്രായം ചോദിച്ച് ബ്രോ ആവണം. അതെ, അപ്പോൾ ശരിക്കും ഒരു നമ്മുടെ ടീ ടൈമിൽ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന, എൻ്റെ പ്രശ്നങ്ങൾ എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന, ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റുന്ന, ഹൈറാർക്കി ഇല്ലാത്ത ഒരു ഓർഗനൈസേഷൻ. അതാണ് ഇപ്പോൾ ഗൂഗിളൊക്കെ സെറ്റ് ചെയ്തത്. നിങ്ങളാലോചിച്ച് ഗൂഗിളിൻ്റെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഫ്ലാറ്റ് സ്ട്രക്ചറാണ്, എവിടെ ഇരിക്കുക. അതുകൊണ്ടാണ് അത്രയും ക്രിയേറ്റീവായിട്ട് വർക്ക് ചെയ്യുന്നത്. ഒരു ട്രസ്റ്റുള്ള ലീഡർ കണ്ടറിൽ മാത്രമേ ക്രിയേറ്റിവിറ്റി വരുള്ളൂ. ഇപ്പോൾ എൻ്റെ ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഒരു വർക്ക് ഞാൻ നിങ്ങളോട് പറയണം. ഒരു ഐഡിയ, നിങ്ങളെൻ്റെ ബോസാണ്,
എനിക്ക് ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയ ഉണ്ട് നമ്മളെ കമ്പനീനെ ഡെവലപ്പ് ചെയ്യാൻ. ഞാനത് നിങ്ങളോട് പറയുന്ന സമയത്ത് നിങ്ങളവിടെ പുറത്ത് പോയിട്ട് പറയണം അത് എൻ്റെ ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഒരിക്കലും രണ്ടാമത്തെ ഒരു ഐഡിയ നിങ്ങളോട് പറയില്ല. ആ സ്ഥാനത്ത് നിങ്ങൾ നല്ല ലീഡറാണെന്നുണ്ടെങ്കിൽ ഇത് എൻ്റെ ടീം ഡെവലപ്പ് ചെയ്ത ഐഡിയ ആണ് എന്ന് പറഞ്ഞിട്ട് ആ ടീമിനെ നിങ്ങൾ അതിലെടുത്ത് പറയുകയാണെങ്കിൽ ആ ടീം നിങ്ങൾക്ക് വേണ്ടി എത്രയും ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയാസ് ആയിട്ട് വരും. ധോണിയുടെ സ്റ്റൈല് അല്ലേ. അതുകൊണ്ട് ഇനി ലീഡർഷിപ്പ് എന്ത് ആവണം ശരിക്ക് ഭയങ്കര ഹ്യൂമിലിറ്റി ഉള്ള ഡൗൺ ടു എർത്ത് ഉള്ള കൺസൾട്ടൻ്റ് ലീഡർഷിപ്പ് സ്റ്റൈലിൽ മാത്രമേ ഇനി ലോകത്ത് ഓതൻറ്റിക് ലീഡേഴ്സിന് മാത്രമേ ഈ ലോകത്തിന് ലീഡ് ചെയ്യാൻ പറ്റുള്ളൂ. പൊളിറ്റിക്സിൽ വരെ അത് നോക്കൂ, പൊളിറ്റിക്സിലൊക്കെ ഇനി ലീഡർഷിപ്പിന് സ്റ്റൈലേനെ മാറാൻ പോകണം. മുമ്പ് പറഞ്ഞത് ആ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്ന ലീഡേഴ്സിന് ഇനി മാത്രമേ സ്കോപ്പ് ഉണ്ടാവുള്ളൂ. കാരണം എന്താണ്, ഫ്ലാഷ് ബാക്കുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ പഴയ ജീവിതം പ്രസൻറ്റിൽ ആര് കണ്ടുകൊണ്ടിരിക്കുകയാണ്? അതെ, ഒരു ലാർജർ ഓഡിയൻസ് അത് കാണുന്നുണ്ട്. അതായത് ഓരോ ദിവസവും ഞാൻ എൻ്റെ പഴയ ലൈഫ് സ്റ്റൈല് എൻ്റെ ഇപ്പോഴത്തെ പ്രസൻറ്റിൽ ഞാൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ശരി എൻ്റെ പഴയ ലൈഫ് സ്റ്റൈൽ വന്നിട്ട് എന്ത് ചെയ്യണം പ്രസൻറ്റ് സിറ്റുവേഷനിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഫ്യൂച്ചറിൽ ലീഡർഷിപ്പ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ വളരെ ഓതൻറ്റിക് ആയിട്ടുള്ള ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഒരാളായിട്ട് വളർന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ലീഡർ ആവാൻ പറ്റുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ഗ്യാപ്പ് മനസ്സിലാക്കുന്നത് ഒന്ന് ഇൻഡസ്ട്രിയിലേക്ക് വേണ്ടുന്ന അല്ല സിലബസിൽ നമ്മൾ യൂണിവേഴ്സിറ്റികളിലൊന്നും പഠിക്കുന്നത്. അതെ അതെ. പിന്നെ അതേപോലെ തന്നെ ഇവരെ ടീച്ച് ചെയ്യുന്ന ഇവരെ പഠിപ്പിക്കുന്ന ആളുകൾക്കും തന്നെ അത്തരത്തിലുള്ളൊരു ട്രെയിനിങ് ഇല്ല. അപ്പോൾ ഇതിലൊരു വലിയ പ്രോസസ്സാണ്. അതായത് ഇതിൻ്റെ ആരാണോ സിലബസ് പ്ലാൻ ചെയ്യുന്നത് ആ സിലബസ് പ്ലാൻ ചെയ്യുന്നവർക്ക് ഇതിൻ്റെ ടീച്ച് ചെയ്യുന്ന ആളുകളെയും കൂടി ട്രെയിൻ ചെയ്യേണ്ട ഉത്തരവാദിത്തമുണ്ട്. ഈവൻ ആ ടീച്ചിങ്ങിൻ്റെ ക്രൈറ്റീരിയ, ടീച്ചേഴ്സിൻ്റെ സെലക്ഷൻ ക്രൈറ്റീരിയ വരെ മാറേണ്ടതുണ്ട്. ഈവൻ സിലബസ് അപ്ഡേറ്റ് ചെയ്യുന്നതിൽ ശരിക്കും എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൊളോബറേറ്റീവ് ആയിട്ടുള്ള വർക്കായിരിക്കണം. ഇൻഡസ്ട്രി ലീഡേഴ്സിനെയും അക്കാദമിഷ്യൻസിനെയും കൂടെ എത്തിയിട്ടായിരിക്കണം സിലബസ് വരെ എന്ത് ചെയ്യേണ്ടത് മേക്ക് ചെയ്യേണ്ടത്. എങ്കിൽ മാത്രം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇൻ പ്രാക്ടിക്കൽ സെൻസിൽ ആ മാറ്റം ഇല്ലാന്നേ ഉള്ളൂ. അപ്പോൾ ഒന്നാമത് ആ എൻവയോൺമെന്റ് മാറണം. അതായത് ടോട്ടൽ കോളേജിന്റെ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ രാവിലെ 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് വൈകുന്നേരം 4 മണി വരെയുള്ള ഒരേപോലെയുള്ള ഒരേ ക്ലാസ്സിലിരുന്നിട്ടുള്ളതെന്ന് മാറിയിട്ട് അതിൽ ഒരു എങ്ങനെ പ്രാക്ടിക്കലായിട്ടുള്ള ഒരു ഓറിയൻറ്റേഷൻ കൊണ്ടുവരണം എന്നുള്ളത് നോക്കണം. പിന്നെ അതേപോലെ തന്നെ ടീച്ചേഴ്സിന് ട്രെയിനിങ് കൊടുക്കണം. ഈ ടീച്ചേഴ്സിൻ്റെ ജനറേഷൻ മനസ്സിലാക്കിയിട്ടുള്ള ട്രെയിനിങ്. അതെ, ശരിക്കും നമ്മളെ ഓഡിയൻസിന് മനസ്സിലാക്കി. ഇനി വരാം, ഞാൻ പറഞ്ഞല്ലോ 1 മിനിറ്റിൽ 20 റീൽസ് കാണുന്നവരാണ് ഇപ്പോഴത്തെ ജനറേഷൻ സെറ്റും. ഒരു റീല് 1 മിനിറ്റ് കൊണ്ടല്ല 20 റീൽസ് 1 മിനിറ്റ് കൊണ്ട് കാണുന്ന രീതിയിലേക്ക് ഫാസ്റ്റായി. ഇത്രയധികം പിന്നെ ചേഞ്ച് ഒരേ സമയത്ത് അബ്സോർബ് ചെയ്യുന്ന ഈ ടീമിന് ഒരു ലെങ്തി ലെക്ചറിങ് ഒന്നും എന്താവില്ല. യെസ്. അപ്പോൾ അതായത് ബൈറ്റ് സൈസ്ഡ് ക്ലാസ്സസ് ആ രീതിയിലേക്കൊക്കെ മാറേണ്ടതുണ്ട്. അല്ലെങ്കിൽ വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ലെക്ചറിങ് പ്രാക്ടീസിലേക്കൊക്കെ വേറൊരു കാര്യം ചോദിക്കട്ടെ, ഈ റീഡിങ് ഹാബിറ്റ്സിൽ വന്ന മാറ്റം എന്താണ് ഇപ്പോഴത്തെ സ്റ്റുഡൻസിന്? അത് ഞാൻ സാധാരണ ഇപ്പോൾ ഞാൻ ക്ലാസ്സൊക്കെ തുടങ്ങുന്ന സമയത്ത് ഈ ഫസ്റ്റ് ക്ലാസ്സിൽ എല്ലാ ക്ലാസ് അക്കാദമിക് ടൈമിലും ഒന്ന് കയറാറുണ്ട് കുട്ടികളെ മനസ്സിലാക്കാനോ ചെറിയൊരു ഓറിയൻറ്റേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് ഞാൻ കുട്ടികളോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ എത്ര പേര് ഡെയിലി റീഡ് ചെയ്യുന്നവരുണ്ട്? അറ്റ്ലീസ്റ്റ് ഞാൻ ചോദിക്കും, നിങ്ങൾ എത്ര പേര് ന്യൂസ് പേപ്പർ നോക്കുന്നവരുണ്ടെന്ന് ചോദിച്ചാൽ. അപ്പോൾ കഴിഞ്ഞ ഒരു 2-3-4 വർഷമായിട്ട് അതിപ്പോൾ 0യിലേക്ക് എത്തിയിട്ടുണ്ട് ഏകദേശം. ഒറ്റ കുട്ടി പോലും എന്ത് ചെയ്യുന്നില്ല, വീട്ടിൽ വരുന്ന പേപ്പർ വായിക്കുന്നില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിക്കും, ഈ പേപ്പറിൽ പരസ്യം കൊടുക്കുന്ന കമ്പനീസ് ഉണ്ടല്ലോ, ഇവരെ ഓഡിയൻസ് ആരാണെന്നുള്ളത്. സത്യത്തിൽ ഈ പേപ്പറിൽ ആഡ് കൊടുക്കുന്ന കമ്പനീസ് ഉണ്ടല്ലോ, അവരുടെ റൈറ്റ് ഓഡിയൻസ് ഇപ്പോഴും എന്ത് ചെയ്യുന്നില്ല, ആഡ് കാണുന്നില്ല. ഡിസിഷൻ മേക്കർ കാണുന്നില്ല. ഡിസിഷൻ മേക്കർ ആ വീട്ടിലുള്ള ജെൻസി കാറ്റഗറിയിലുള്ള ആൾക്കാരാണ്. പിന്നെ ഇപ്പോഴത്തെ കുട്ടികൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വിക്കായിട്ടുള്ള ആൻസറുകൾ എവിടെ നിന്ന് കിട്ടുകയാണ്, അതിനെ ഷോർട്ടായിട്ട്. അതുകൊണ്ട് ഒരു ഡെപ്ത് റിസർച്ച് ഒന്നും ഇപ്പം നടക്കുന്നില്ല. ശരിക്കും ടെക്നോളജി നമ്മളെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളെ ക്രിയേറ്റിവിറ്റിനെ ഈവൻ നഷ്ടപ്പെടുത്തുന്നതെന്ന് വരെ എന്ത് ചെയ്യുന്നുണ്ട്. നമ്മളെ ശരിക്കും ക്രിയേറ്റീവ് മൈൻഡ് സെറ്റ് ആണല്ലോ ശരിക്കും ടെക്നോളജിനെ ഓവർകം ചെയ്യാൻ പറ്റാത്ത ഒരു ഏരിയ എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ തിങ്കിങ് ആണ്. AI ഓവർകം ചെയ്യാൻ പറ്റാത്ത ഒരു ഏരിയ എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ തിങ്കിങ് ആണ്. അത് മനുഷ്യർക്ക് വരേണ്ടതാണ്. മനസ്സിലായല്ലോ ശരിക്ക്. പിന്നെ ബാക്കിയുള്ള ഒരുവിധം എല്ലാ സെക്ടറുകളും ആര് ഏറ്റെടുക്കും? AI വന്നിട്ട് എന്ത് ചെയ്യും, റീപ്ലേസ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ മനുഷ്യൻ്റെ ലീഡർഷിപ്പ് ക്വാളിറ്റിയും ക്രിട്ടിക്കൽ തിങ്കിങ്ങും ഇങ്ങനത്തെ കാര്യങ്ങളുണ്ടല്ലോ, ഇതെപ്പോഴും റെലവൻ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ഓൺട്രപ്രണർഷിപ്പിനുള്ള സ്കോപ്പ് എന്നും ഉണ്ടാവും.
കാരണം ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്നത് പുതിയ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിലേക്ക് എന്ത് ചെയ്യണം മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രോബ്ലം സോൾവ് ചെയ്യലാണല്ലോ സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത്. കണ്ടറിഞ്ഞ് അത് സോൾവ് ചെയ്യലാണല്ലോ സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ സ്കില്ലുകളാണ് ഇനി എന്ത് ചെയ്യേണ്ടത് നമ്മൾ. ബാക്കിയൊക്കെ സ്ഥിരമായിട്ട് ചെയ്യുന്ന സ്കില്ലുകൾ മുഴുവനും AI വന്നിട്ട് റീപ്ലേസ് ചെയ്യും. കണ്ടിന്യൂസ് ആയി ചെയ്യുന്ന സ്ഥിരമായി ചെയ്യുന്ന സ്കില്ലുകൾ ആ സ്ഥാനത്ത് ഭയങ്കര ക്രിയേറ്റീവായിട്ടുള്ള ക്രിറ്റിക്കൽ തിങ്കിങ്ങും കാര്യങ്ങളും പുതിയ ഇന്നോവേഷൻസും കാര്യങ്ങളും നടക്കേണ്ട ഏരിയയിലാണ് ഇനി എന്തുള്ളത് ഹ്യൂമൻ ബീയിൻ്റെ ഇടപെടൽ ഇൻട്രാക്ഷൻസ് വരേണ്ടത്. അപ്പോൾ ശരിക്കും ഇനി ആ സ്കില്ലിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുള്ള നമ്മുടെ കോഴ്സുകളിലൊക്കെ അത്തരം സ്കില്ലുകളെ വളർത്താനും അത്തരം ടൈപ്പ് കുട്ടികളെ ഗ്രൂം ചെയ്യാനുള്ള ഷോർട്ട് ടേം കോഴ്സുകളൊക്കെ എന്ത് ചെയ്യേണ്ടതുണ്ട്. അതാണ് ഫിൻകോവേഴ്സിറ്റി ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഞങ്ങളുടെ കോഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഫിനാൻസ് ആൻഡ് ബിസിനസ് സിസ്റ്റംസ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഗ്യാപ്പ് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ തന്നെ ഗ്യാപ്പ് ഒന്ന് ഫിനാൻഷ്യൽ ഇതിലുള്ള ക്രിട്ടിക്കൽ തിങ്കിങ്ങും പ്രോബ്ലം സോൾവിങ്ങും നടക്കുന്നില്ല. അത് അക്കൗണ്ടൻസിന് വേണ്ടിയുള്ള ഒരു ട്രെയിനിങ് നടക്കുന്ന പോലെയാണ്. രണ്ടാമത് ബിസിനസ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ച്, അതായത് ഒരു ഫ്ലോ ചാർട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു എങ്ങനെയാണ് ഒരു SOP ക്രിയേറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ആ ബിസിനസ്സിനെ കൊണ്ടുപോകേണ്ടത്. അതിപ്പോൾ നേരത്തെ ജാബിർ സാർ പറഞ്ഞതാണ്. ഇത് രണ്ടും നമ്മൾ ആ പ്രോബ്ലം അക്രോസ് ദ കൺട്രീസ് നമ്മൾ മനസ്സിലാക്കി. ഒന്ന് ഇന്ത്യയിലുള്ള അതേപോലെ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയിട്ട് ബിസിനസ് ചെയ്യുന്ന ആളുകളുടെ ഈ പ്രശ്നം ലാക്കിംഗ് ആണ്, ബിസിനസ് സിസ്റ്റം ഇല്ല. അതൊന്നാമത് അവർ എഡ്യൂക്കേഷനും കിട്ടിയിട്ടില്ല. അതാണ്. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയുള്ള അപ്സ്കില്ലിംഗ് പ്രോഗ്രാംസ് ആണ് ഞങ്ങൾ ഒന്ന് ചെയ്യുന്നത് BBA BCom സ്റ്റുഡൻസിന് വേണ്ടിയിട്ട്. പിന്നെ ഈ BTech സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഉള്ളതും അതേപോലെ തന്നെ ബിസിനസ് സിസ്റ്റംസിൻ്റെ അതിന് ടെക്നോളജി പാർട്ടുണ്ട്. ബിസിനസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ മുമ്പ് പേപ്പറുകളിൽ നമ്മൾ ചെയ്തിരുന്നത് ഇപ്പോൾ ഡിജിറ്റൽ ഫോമിൽ അതിനെ ഡിജിറ്റൽ ഫോമിലാക്കുക എന്നുള്ളതാണ്. ആ ഡിജിറ്റൽ ഫോമിലാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ കൂടുതൽ നമുക്ക് പറയാൻ പറ്റും ഡിജിറ്റലൈസേഷൻ ഓഫ് ഓർഗനൈസേഷൻ ആൻഡ് പേഴ്സൺസ് എന്നുള്ളത്. ആ ഓർഗനൈസേഷനെ ഇങ്ങനെ ഡിജിറ്റലൈസ് ചെയ്യുക എന്നുള്ളത്. ഓഫ് കോഴ്സ് ഇത് കുറേ ഇതുണ്ട്, കുറേ സോഫ്റ്റ്വെയറുകളുണ്ട്. പക്ഷേ ഇതിന് ടോട്ടൽ ഓപ്പറേഷൻസിന് മാനേജ് ചെയ്യണമെങ്കിലും അതുപോലെ തന്നെ ഓരോ ഓർഗനൈസേഷനും ഓരോ സിസ്റ്റം ഉണ്ടാവും. ആ സിസ്റ്റത്തെ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാനും ഇവർക്ക് ഒരു എബിലിറ്റി വരേണ്ടതുണ്ട്. അതാണ് ഇപ്പോൾ BCA BSc കമ്പ്യൂട്ടർ സയൻസ് അതുപോലെ തന്നെ BTech സ്റ്റുഡൻസിന് ഞങ്ങൾ കൊടുക്കുന്ന കോഴ്സുകൾ. ഇപ്പോൾ പിന്നെ കുട്ടികളും തന്നെ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷനാണ്. പെട്ടെന്ന് അവർക്ക് റിസൾട്ട് കിട്ടണം. അതെ, ക്വിക്ക് റിസൾട്ട് ഉണ്ടെങ്കിലാണ് അവർ വെയിറ്റ് ചെയ്യാൻ തയ്യാറൊന്നുമല്ല. 3-4 ഇയേഴ്സ് ഇരുന്നിട്ട് പഠിച്ചിട്ട് അവർക്ക് ക്വിക്കായിട്ട് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുന്ന ബിസിനസ് ഉണ്ടെങ്കിൽ അതിലേക്കൊക്കെ പോവുകയാണ്. അത് ക്വിക്കായിട്ട് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുന്ന സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കമ്പനികളും അതിലേക്ക് പ്രിഫർ ചെയ്തിട്ടുണ്ട്. കമ്പനികൾ ഇപ്പോൾ നോക്കുന്നത് ആ റെലവൻറ്റ് സ്കില്ല് പ്രസൻ്റ്ലി ആ കുട്ടിക്ക് ഉണ്ടോ എന്ന് മാത്രമാണ് നോക്കുന്നത്. അപ്പോൾ അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ ഇൻഫോസിസും TCS ഒക്കെ ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ആയിട്ട് പിന്നെ പിരിച്ചുവിട്ട എംപ്ലോയീസിൻ്റെ എണ്ണം. എന്നിട്ട് എന്ത് ചെയ്യണം, ഒരു എഫക്റ്റാണ്. അപ്പോൾ AI പിന്നെ ഈ ജനറേറ്റീവ് AI വന്നതോടുകൂടിയിട്ട് ഡെയിലി സ്കിൽ അപ്ഡേറ്റ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ചേഞ്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ സിലബസിലും നമ്മുടെ ടീച്ചിങ്ങിലും കൊണ്ടുവരാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു എഡ്യൂക്കേഷൻ പ്രത്യേകിച്ചൊന്നും എന്ത് ചെയ്യുന്നില്ല, ഒരു ഡെവലപ്മെൻറ്റും കൊണ്ടുവരുന്നില്ല. ഇൻ ഷോർട്ട് പറയുകയാണെങ്കിൽ ഡിസിഷൻ മേക്കേഴ്സിനും ലീഡേഴ്സിനുമാണ് ഇനിയുള്ള കാലം അല്ലേ, ഇനിയുള്ള കാലം പിടിച്ചേക്കുക. അപ്പോൾ 2030 വേണ്ട സ്കില്ല് എന്ന് പറഞ്ഞാൽ ഒന്ന് ഡിസിഷൻ മേക്കിംഗ് ആവാം, 2 ലീഡർഷിപ്പ്, പിന്നെ എമോഷണൽ ഇന്റലിജൻസ്, ഫ്ലെക്സിബിലിറ്റി, പിന്നെ ക്രിറ്റിക്കൽ തിങ്കിങ്. ഇതൊക്കെയാണ് ഇനി നമ്മുടെ കുട്ടികളുടെ ഡെവലപ്പ് ചെയ്യേണ്ട സ്കില്ലുകൾ എന്ന് പറയുന്നത്. ആ കുട്ടികൾക്ക് മാത്രമാണ് ഇനി എന്തെങ്കിലും ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ, കൊണ്ടുവരാനും പറ്റുള്ളൂ. ഈ ഏത് കാലഘട്ടത്തിനനുസരിച്ചും അഡാപ്റ്റബിലിറ്റി കിട്ടുള്ളൂ എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ മിഡിൽ ഈസ്റ്റിലൊക്കെ ക്ലാസ്സുകളൊക്കെ എടുക്കുന്ന സമയത്ത് അതെല്ലാം എങ്ങനെയുള്ള ഒരു സിലബസാണ് അപ്പോൾ ഫോളോ ചെയ്യുന്നത്? ഇപ്പോൾ അവിടെയുള്ള ആളുകളൊക്കെ കുറേയൊക്കെ പിന്നെ ഇൻ്റർനാഷണൽ സിലബസുകളുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കറിയാം ഇൻ്റർനാഷണൽ സിലബസ് ഈ IB ഒക്കെ ശരിക്കും 7th സ്റ്റാൻഡേർഡ് മുതൽ തന്നെ കുട്ടീനെ എന്ത് ചെയ്യുന്നുണ്ട്, അവൻ്റെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് നോക്കിയിട്ട് അതിൽ മാസ്റ്റർ ചെയ്യാനും എന്ത് ചെയ്യുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അല്ലാതെ ഒരു പിന്നെ 10ാം ക്ലാസ്, പിന്നെ അത് കഴിഞ്ഞിട്ട് 2 വർഷം +2, അത് കഴിഞ്ഞ് ഡിഗ്രി, നമ്മളൊരു ഓർഡർ ഉണ്ടല്ലോ, ആ ഓർഡറിൻ്റെ കാലമൊക്കെ ശരിക്കും ഇൻ്റർനാഷണൽ എഡ്യൂക്കേഷനിലൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ ബിസിനസ്സുകാരൊക്കെ അവരെ മക്കളൊക്കെ ആ ഒരു ലെവലിലേക്കാണ്. കാരണം അവിടെ ആ ചേഞ്ച് കാണുന്നുണ്ട്. ഇപ്പോൾ വേൾഡിലെ ടോപ്പ് എക്സിബിഷൻസൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്.
ദുബായിൽ നടക്കുന്നുണ്ട്, ജൈടെക്സ് പോലൊക്കെ നടക്കുന്ന സമയത്ത് വരാൻ പോകുന്ന ചേഞ്ച് എന്താണെന്ന് അവിടുന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതിനനുസരിച്ച് അവരെന്ത് ചെയ്യുന്നുണ്ട്, ആരാണോ പ്രൊആക്റ്റീവായിട്ട് ഡിസിഷൻ എടുത്തിട്ട് മുന്നോട്ട് പോകുന്നത് അവർക്ക് മാത്രമേ ഈ കാലഘട്ടത്തിൽ വിജയിക്കാൻ പറ്റുള്ളൂ. അതിലൊരു കാര്യം കൂടി, അടുത്ത തലമുറ നെക്സ്റ്റ് ജനറേഷനും കൂടി ട്രെയിൻ ചെയ്യേണ്ടതുണ്ട് അല്ലേ? അതെ അതെ അതെ. ഇവരെല്ലാം അങ്ങനെ ചെയ്യുന്ന എന്താണ് ആ ഒരു എക്സ്പീരിയൻസ്? ഇപ്പം നിങ്ങൾ നോക്കൂ, ഈ ഞങ്ങളെ എക്സിക്യൂട്ടീവ് MBA പ്രോഗ്രാമൊക്കെ ചെയ്യുന്നത് ഒരു എബോവ് 40 മുകളിലുള്ള ആൾക്കാരാണ്. അതിനർത്ഥം എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ലേണിംഗ്, കണ്ടിന്യൂസ് അപ്ഡേഷൻ എന്നുള്ളതാണ്. അല്ലാതെ ഒരു പർട്ടിക്കുലർ ക്വാളിഫിക്കേഷൻ കഴിഞ്ഞിട്ട് നിർത്തേണ്ട ഒരു പിന്നെ ഒരു പാരാമീറ്റേഴ്സിനുള്ളിൽ പെട്ട സാധനമല്ല എഡ്യൂക്കേഷന്. അപ്പോൾ ഞാൻ ഇന്നും എന്ത് ചെയ്യണം, പുതിയ ഓരോ ബുക്കുകൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എനിക്കിന്ന് ബുക്ക് വായിച്ചില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത പ്രാവശ്യത്തെ എക്സിക്യൂട്ടീവ് MBAയിൽ എനിക്ക് കാര്യമായിട്ട് ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ പറ്റില്ല. ഞാൻ അപ്ഡേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആര് തിരിച്ചറിയും? കാരണം എന്നെക്കാട്ടിയും കഴിവും പിന്നെ നോളജും സ്കില്ലുള്ള ആൾക്കാരാണ് എൻ്റെ ഓഡിയൻസിലിരിക്കുന്നത്. കാരണം അവർക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, അവർക്ക് ഇതൊക്കെ പെട്ടെന്ന്, ഞാൻ എന്ത് സംസാരിക്കുമ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഞാനൊക്കെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇവരെന്ത് ചെയ്യും, ഞാൻ പറയുന്നത് റൈറ്റ് ആണോ നോക്കാൻ വേണ്ടിയിട്ട് ഗൂഗിൾ സെർച്ച് അല്ലെങ്കിൽ ChatGPTയോട് ചോദിച്ച് നോക്കാറുണ്ട്. അപ്പോൾ ചലഞ്ചിങ് ആണ് അധ്യാപകന്റെ ജോലി എന്ന് പറയുന്നത്. ചലഞ്ചിങ്. എന്തെങ്കിലും ഒന്നും പറയാൻ പറ്റില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അത് സോഷ്യൽ മീഡിയയിൽ നാളെ വരും ഞാനിത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട്. എത്രയോ പിന്നെ നമ്മുടെ ചില ആളുകളൊക്കെ അവർ പറഞ്ഞ അബദ്ധങ്ങൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ വെൽ പ്രിപ്പയർഡ് ആവാതെ നമ്മൾ ആരോട് സംസാരിക്കാൻ പറ്റില്ല. ഇപ്പോഴത്തെ സൊസൈറ്റിനോട് ഇപ്പോഴത്തെ യൂണിവേഴ്സിറ്റിയിൽ പോവുക എന്നുള്ളത് നമ്മളുടെ ഒരു സോഷ്യൽ നീഡും കൂടിയാണല്ലോ അല്ലേ? അതെ, അതിൽ വലിയ മാറ്റം കാരണം അതിൽ നിന്ന് ശരിക്കും കുട്ടികൾക്ക് എന്ത് കിട്ടുന്നുണ്ട്, ഒരു പിന്നെ ലീഡർഷിപ്പ് ക്വാളിറ്റികളും സോഷ്യൽ ഇൻട്രാക്ഷൻസും ഒക്കെ. അതിലും ഞാൻ പറയുന്നത് ഒരു ഗ്ലോബൽ എക്സ്പോഷർ വേണമെന്നുള്ളതാണ്. ഒരു മൾട്ടിപ്പിൾ കൺട്രീസ്, ഇപ്പോൾ ഗ്ലോബലൈസേഷൻ്റെ കാലമാണല്ലോ, നമുക്ക് പല രാജ്യങ്ങളിലേക്കും പോകേണ്ടി വരും. നമുക്ക് ബ്രിട്ടീഷുകാരനോട് ബിഹേവ് ചെയ്യുന്ന പോലെ ചൈനക്കാരനോട് ബിഹേവ് ചെയ്യാൻ പറ്റില്ല, മനസ്സിലായല്ലോ? അല്ലെങ്കിൽ ജർമ്മൻകാരനോട് ബിഹേവ് ചെയ്യുന്ന പോലെ ആഫ്രിക്കക്കാരനോട് ബിഹേവ് ചെയ്യാൻ പറ്റില്ല. അവിടെ അവരോട് നെഗോഷിയേറ്റ് ചെയ്യുന്ന പോലെ ഇവരോട് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അതിൽ നമ്മൾ ഫിൻകോയുടെ കോഴ്സിൽ ഒരു ക്രോസ് ബോർഡർ എക്സ്പോഷർ കിട്ടാനുള്ള ഒരു മൊഡ്യൂൾ ഞങ്ങൾ ചേർത്തിട്ടുണ്ട്. അത് ഈ പറഞ്ഞ കാര്യങ്ങളാണ്. അതായത് ചൈനയിലെ ബിസിനസ്, അതുപോലെ UAE, മിഡിൽ ഈസ്റ്റിൽ, US, UK എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള. പിന്നെ ഓപ്ഷണലായിട്ട് ഇവർക്ക് ട്രാവൽ ചെയ്യാനുള്ള അവസരവും നമുക്ക് കൊടുക്കാൻ പറ്റും. ശരിക്കും അങ്ങനത്തെ ഒരു പാക്കേജിനാണ് ഇനി സാധ്യത. ഇപ്പോൾ പ്രോഡക്റ്റുകൾ മുഴുവനും ഗ്ലോബലൈസ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഇലക്ട്രോണിക്സ് ഇൻഡസ്ട്രി, ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ വേൾഡിലെ ടോപ്പ് ബ്രാൻഡുകളാണ് ഇന്ന് ലീഡേഴ്സായിട്ട് ഇന്ത്യയിലുള്ളത്. ഇതേപോലെ തന്നെ ലോകത്തെ ബെസ്റ്റ് എഡ്യൂക്കേഷനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, എടുക്കാൻ പറ്റണം. അതും ഗ്ലോബലൈസ് ചെയ്യണം. ഗ്ലോബലി കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് ടെക്നോളജി കോഴ്സ് ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. ബെസ്റ്റ് യൂണിവേഴ്സിറ്റിൻ്റെ കോഴ്സ് നമുക്ക് ഇവിടുന്ന് ആക്സസ് ചെയ്യാൻ പറ്റണം. ആക്സസ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ഉണ്ട്, പക്ഷേ നമ്മൾ എന്നിട്ടും നമ്മൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇനി ശരിക്ക് അത് നമ്മൾ ചെയ്തില്ലെങ്കിൽ പോലും, നമ്മളെ സിസ്റ്റത്തിൻ്റെ സൈഡിൽ ചെയ്തില്ലെങ്കിൽ പോലും ആര് പോയിട്ട് ചെയ്യും? അതെ, ഈ വരുന്ന ഈ സ്റ്റുഡൻസ് കമ്മ്യൂണിറ്റി അത് ശരിക്കും സ്റ്റുഡൻസ് കമ്മ്യൂണിറ്റി ഇത്ര അധികം മൈഗ്രേറ്റ് ചെയ്യപ്പെടാൻ കാരണം അവർ ഫ്യൂച്ചർ അവരുടെ ഓപ്പർച്യൂണിറ്റി അന്വേഷിക്കുമ്പോൾ അവിടേക്ക് യാത്ര ചെയ്യണം. ഇപ്പോൾ അതിനെ നമ്മൾ പിടിച്ചു നിർത്തണമെന്നുണ്ടെങ്കിൽ ആ ചേഞ്ച് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റണം, കൊണ്ടുവരാൻ പറ്റണം. അതിനനുസരിച്ച് നമ്മൾ സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ പറ്റണം. അതിൻ്റെ ലീഡർഷിപ്പിൽ തന്നെ നമുക്ക് ലീഡർഷിപ്പിൻ്റെ മൈൻഡ് സെറ്റിന് മാറേണ്ടതുണ്ട്. ഈ ചേഞ്ച് മാനേജ്മെൻറ്റ് പ്രോസസ്സ് ശരിക്ക് നമ്മളെ ഗ്രൗണ്ട് ലെവലിൽ തുടങ്ങണം ശരിക്ക്, എങ്കിൽ മാത്രമേ രക്ഷപ്പെടുള്ളൂ. പലപ്പോഴും ഞാൻ മനസ്സിലായി, നമ്മളെ യൂണിവേഴ്സിറ്റികളിലെ പല VCമാരും വരുന്ന സമയത്ത് വലിയൊരു വിഷനായിട്ടും വരല്, പക്ഷേ ആ വിഷൻ അവർക്ക് അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ ഉണ്ട് അവസാനം. അതെ, കാരണം ആ ഗ്രൗണ്ട് ലെവലിലേക്ക് ആ വിഷൻ ഇറക്കാൻ പറ്റാതെ അവരെന്ത് ചെയ്യണം, ഫെയിലിയർ ആയിട്ട് പോകേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതിന് നമ്മുടെ സിലബസിലൊന്നും സിവിക് സെൻസ് അങ്ങനെ ഒരു സംഭവം ഒന്നും പഠിപ്പിക്കുന്നില്ലല്ലോ മൊത്തത്തിൽ. അല്ല, അതായത് ഇപ്പോൾ ശരിക്കും ഇങ്ങനെയൊക്കെ ചിന്തിക്കണമെങ്കിൽ എങ്ങനെ വേണമെന്ന് വെച്ചാൽ, നമ്മൾ ചൈനയിലോ ജപ്പാനിലോ അതുപോലെ മിഡിൽ ഈസ്റ്റ് കൺട്രീസിലോ ഏത് കൺട്രീസിലോ പോവുകയാണെങ്കിലോ അവിടെയുള്ള ആളുകളുടെ ഒരു മൊത്തത്തിലുള്ള പെരുമാറ്റം ഉണ്ടല്ലോ, വേസ്റ്റ് പുറത്തേക്ക് ഇടുന്നത്, പൗരബോധം എന്ന് പറഞ്ഞൊരു ഇത് ഉണ്ടായിരുന്നു, പക്ഷെ അത് അത്ര മാപ്പ് ചെയ്ത് പഠിപ്പിക്കുന്നില്ല. പിന്നെ അതൊരു കൾച്ചറും കൂടിയാണ്. അത് ടോപ്പ് ലെവൽ ലീഡർഷിപ്പ് മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങണം. ചേഞ്ച് ഇംപ്ലിമെൻ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടോപ്പിൽ നിന്ന് ചേഞ്ച് ചെയ്ത് താഴോട്ട് ഇറക്കണം. ശരിക്കും പറഞ്ഞാൽ അപ്പം ടോട്ടൽ ഒരു ചേഞ്ച് നമ്മുടെ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസത്തിൽ ആവശ്യമാണ്. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് എങ്ങനെ ഫില്ല് ചെയ്യാന്നുള്ളതാണ് ഇപ്പോൾ സാറ് നമ്മളോട് സംസാരിച്ചത്. ഇനിയും
നമ്മുടെ യാത്രയിൽ ഫിൻകോ യൂണിവേഴ്സിറ്റിൻ്റെ യാത്രയിൽ സാറിൻ്റെ കൂടുതൽ ഞങ്ങളെ കൂടെ ഉണ്ടാവണം. ഇതുപോലെ ചേഞ്ച് മാനേജ്മെൻറ്റ് അതാണ് നമ്മളിന്ന് സംസാരിച്ച ആ ഒരു ടോട്ടൽ സിലബസിൻ്റെയും ടോട്ടൽ സിസ്റ്റത്തിൻ്റെയും ചേഞ്ച് മാനേജ്മെൻറ്റിനെ കുറിച്ച് ഇത്രയും വിശദമായി പറഞ്ഞ സാറിന് വളരെ നന്ദി. താങ്ക് യു.